Hi all. Good evening everyone. ഹായ് ആരുല്ലേ ലൈനില്? ഹലോ. ഹായ് ഗിരീഷ് കുമാർ. ബാക്കിയുള്ളവര് ലൈനിൽ ആരുമില്ലേ? മിനിയാന്നൊരു ക്ലാസ് നടന്നുകൊണ്ട് ആൾക്കാർ കുറച്ച് കുറവാണ്. ഓക്കെ. ഹായ് പ്രശാന്ത് നായർ. പ്രശാന്ത് ഹായ്. ഓക്കെ 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 ഫൈൻ. എല്ലാവരും ഒന്ന് വീഡിയോയിൽ വരാൻ പറ്റുന്ന ആൾക്കാരൊന്ന് വീഡിയോയിലേക്ക് ഒന്ന് വരാൻ പറ്റിയാൽ നന്നായിരിക്കും. കാരണം ആരും വീഡിയോയിലില്ല. നിങ്ങൾക്ക് മാത്രം എന്നെ കണ്ടാൻ പറ്റില്ലല്ലോ, എനിക്കും പറ്റാവുന്ന ആൾക്കാരൊക്കെ വീഡിയോ വന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു പ്രവീൺ. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോ ജസ്റ്റ് എന്റെ ഒരു ഇൻട്രൊഡക്ഷൻ തരാം. എന്റെ പേര് ഷെഫീൻ, അബ്ദുൽ ഷെഫീൻ ഫുൾ നെയിം. ഞാൻ സ്വദേശം കൊച്ചിയാണ്, നിലവിൽ ഇപ്പൊ ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. ഓക്കെ. എന്റെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ബിടെക് സിവിൽ പ്ലസ് എംടെക് സ്ട്രക്ചറിലാണ്, പോസ്റ്റ് ഗ്രാജുവേഷൻ സ്ട്രക്ചറിലാണ് ചെയ്തത്. അത് കഴിഞ്ഞ് കൊച്ചി മെട്രോയിൽ ഞാനൊരു 4 വർഷം 3 വർഷത്തോളം ഞാൻ കൊച്ചി മെട്രോയിൽ ആലുവ തൊട്ട് പുളിച്ചൂട് വരെയുള്ള സ്റ്റേഷൻസിലെല്ലാം വർക്ക് ചെയ്ത് അവിടുത്തെ എഞ്ചിനീയർ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂരിലേക്ക് വന്നു. ബാംഗ്ലൂരിലാണ് പിന്നെ കുറച്ച് കാലം ഉണ്ടായത്. അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ ട്രേഡിങ്ങിലാണ് ഫുൾ ടൈം. അത് തന്നെ ഓൾമോസ്റ്റ് 10 years ആയിട്ട് ട്രേഡിംഗിൽ 10 years ആയിട്ട് ഞാൻ എന്താ പറയുക ട്രേഡിംഗ് നടക്കുന്നുണ്ട്. അതിൽ തന്നെ നമുക്കൊരു 7+ years ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് 7+ years ആയിട്ടുണ്ട്. ഗോൾഡില് നമ്മളൊരു ഏകദേശം ഇപ്പൊ ഒരു 3+ years ആയിട്ടുണ്ട് ഗോൾഡില്. ഓക്കെ. അതാണ് നമ്മളെ എന്താ പറയുക എൻ്റെ ഒരു ജേർണി. ഓക്കെ. ഇപ്പൊ നിലവിൽ ഞാൻ ട്രേഡ് ചെയ്യുന്നത് ഗോൾഡിലും അതേപോലെ തന്നെ നിഫ്റ്റി 50യിലും. ഇത് രണ്ട് ഇൻഡെക്സിൽ മാത്രമേ ഞാൻ ട്രേഡ് ചെയ്യുന്നുള്ളൂ നിലവില്. ഓക്കെ. ബാക്കി ഒരു ഇൻഡെക്സും അത് ഞാൻ എന്താ പറയാ ഓപ്ഷൻസിൽ നിഫ്റ്റി 50 മാത്രമേ യൂസ് ചെയ്യുള്ളൂ, വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ. അതാണ് എൻ്റെ ട്രേഡിംഗ് ജേർണി. ഓക്കെ. നിങ്ങളെല്ലാവരും ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാരാണോ? യെസ് ഓർ നോ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേ. എല്ലാവരും ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാരാണോ? യെസ് ഓർ നോ എന്ന് ടൈപ്പ് ചെയ്തേ എല്ലാവരും. പ്രശാന്ത് യെസ്. ഓക്കെ. ഗിരീഷ് യെസ്. ബാക്കിയുള്ളവരും കൂടി ഒന്ന്. പ്രവീൺ യെസ്. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പൊ എല്ലാവരും ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്, ട്രേഡ് ചെയ്യാത്ത ആൾക്കാർ കുറവാണ്. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഒരു 1+ years എക്സ്പീരിയൻസ്. നിങ്ങൾ എക്സ്പീരിയൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാവും. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങൾക്ക് എന്നുള്ള ഷെയർ ചെയ്യാവും. എത്ര വർഷം എന്ന് വെച്ചാൽ 1 മാസം 10 വർഷം 10 വർഷം, എത്ര മാസം എത്ര മാസം, എത്ര വർഷങ്ങൾ ഉണ്ടെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. 3 years പ്രശാന്ത്, 3 years. ഓക്കെ. 3 years പ്രശാന്ത്. ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയാണ്? ബാക്കിയുള്ളവരൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ഒന്ന് പറയുന്നത് നന്നായിരിക്കും. ഓക്കെ. ഗിരീഷ് 12 years. ഓക്കെ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഗിരീഷിനുള്ളത്. ഓക്കെ. ബാക്കിയുള്ളവര് 2-3 ആൾക്കാർ, കുറച്ച് ആൾക്കാർ കൂടി ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ. പ്രവീൺ 3 years. ഓക്കെ. 2-3 ആൾക്കാർ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളവര് പറ്റാവുന്ന ആൾക്കാരൊക്കെ ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ആക്റ്റീവ് ആവാം. ഓക്കെ. അരുൺ കുമാർ 2 years. ഓക്കെ ഓക്കെ ഗുഡ് ഗുഡ്. ഇതിൽ തന്നെ എത്ര പേര് ഗോൾഡിൽ ഇപ്പൊ ട്രേഡ് ചെയ്യുന്നുണ്ട്? ഗോൾഡിൽ ആരെങ്കിലും ട്രേഡ് ചെയ്യുന്നുണ്ടോ? യെസ് ഓർ നോ. ഗോൾഡിൽ ആരെങ്കിലും ട്രേഡ് ചെയ്യുന്നുണ്ടോ? യെസ് ഓർ നോ. ഗിരീഷ് നോ. അതേപോലെ തന്നെ അരുൺകുമാർ നോ. ബാക്കി ആരും ഗോൾഡ് ചെയ്യുന്നില്ല. ഓക്കെ. ഇപ്പോൾ ഇല്ല. ഇപ്പൊ പ്രശാന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ 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 ഗുഡ് ഗുഡ്. അപ്പൊ എല്ലാവർക്കും എന്താ പറയാ, ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇന്ത്യൻ മാർക്കറ്റിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ബൈ എടുത്ത് അത് ഒരു എൻട്രി എടുത്ത് അത് ക്ലോസ് ചെയ്യാനും ബൈ സെൽ എൻട്രി ഒക്കെ എടുക്കാനും എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് നമുക്കത് വിഷയമുള്ള കേസല്ല. നമ്മളെ സ്ട്രാറ്റജി വളരെ സിമ്പിൾ ആണ്. ഓക്കെ.
അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്തില്ല. സിമ്പിൾ ആയിട്ടുള്ളതാണ്. നിങ്ങൾ ഇന്നിവിടെ നിങ്ങളൊരു അജണ്ട എന്ന് പറയുന്നത് നമ്മൾ സ്ട്രാറ്റജി പഠിക്കാനാണ്. സ്ട്രാറ്റജി എന്ന് വെച്ചാൽ വെറും ഒരു സ്ട്രാറ്റജി അല്ല, എന്റെ ഗോൾഡിന്റെ സ്ട്രാറ്റജിന്റെ ഒരു പാർട്ട്. മനസ്സിലായില്ലേ? എന്റെ ഗോൾഡിന്റെ സ്ട്രാറ്റജിന്റെ ഒരു പാർട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് അപ്പൊ നിങ്ങൾ എന്താണ് എന്റെ ഗോൾഡിന്റെ സ്ട്രാറ്റജി എന്താണെന്ന് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ അകത്ത് ഏത് പാർട്ടാണ് നിങ്ങൾ പഠിക്കുന്നത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഗോൾഡ് സ്ട്രാറ്റജി എന്താണെന്ന് നമുക്കൊന്ന് അറിയാം. അത് അറിയാൻ വേണ്ടി എല്ലാവരും റെഡി ആണോ? റെഡി ആണെങ്കിൽ ഒരു 6 ടൈപ്പ് ചെയ്തേ. എല്ലാം റെഡി ആണെങ്കിൽ ഒരു 6 ടൈപ്പ് ചെയ്തേ. ടൈപ്പ് ചെയ്ത് ഒരു 6 ടൈപ്പ് ചെയ്തത്. റെഡി സർ? ഓക്കെ, പ്രശാന്ത് റെഡി, ഗിരീഷ് റെഡി 6. ഓക്കെ, അരുൺകുമാർ റെഡി. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാവരും റെഡിയാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മള് എന്റെ ഗോൾഡ് സ്ട്രാറ്റജി എന്താന്ന് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു നിങ്ങൾക്ക് എന്താ പറയുക ഒരു ഒരു പസിലല്ല, ഒരു ജസ്റ്റ് ഒരു അവയർനെസ്. നിങ്ങളെല്ലാവരും നിങ്ങളെ കയ്യിൽ ഇപ്പൊ ഞാൻ ഗോൾഡ് എന്താന്ന് ഞാനൊന്ന് ജസ്റ്റ് പറയാം. ആദ്യം ഗോൾഡ് എന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഗോൾഡ് ബാക്കിയുള്ളതിലേക്ക് കയറാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ജസ്റ്റ് ഒരു മൈൻഡ് ക്രേസ്. ഒരു മിനിറ്റ്, ജസ്റ്റ് ഇതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കിട്ടല്ല. ഗോൾഡ് ട്രേഡിംഗ്. ഗോൾഡ് ട്രേഡിംഗ് എന്താണ്? ഗോൾഡ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ. നമ്മളിവിടെ ചെയ്യുന്നത്, നമ്മൾ ഗോൾഡ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് XAUUSD, ഇതാണ് നമ്മളെ സ്ക്രിപ്റ്റിന്റെ പേര്. എന്ന് വെച്ചാൽ നമ്മള് ഗോൾഡ് വേഴ്സസ് ഡോളർ, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഗോൾഡ് വേഴ്സസ് INR ഉണ്ട്, അത് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. സെയിം തന്നെ നമുക്ക് അതിൽ ചെയ്യാം. പക്ഷെ ഇന്ത്യൻ മാർക്കറ്റിൽ ചെയ്യുമ്പോൾ നമുക്ക് മിനിമം 1 ലോട്ട് എടുക്കണം. 1 ലോട്ട് എടുക്കാൻ ഓൾമോസ്റ്റ് 10 lakhs നമുക്ക് വേണം. 10 lakhs ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രേഡ് ചെയ്യാൻ ഇന്ത്യൻ മാർക്കറ്റിൽ കഴിയുള്ളൂ. അതേ സമയത്ത് നമ്മളെ ഗോൾഡ് വേഴ്സസ് ഡോളേഴ്സിലാണെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ 1 ലോട്ട് ചെയ്യാം. എന്നുവെച്ചാൽ 0.01 തൊട്ട് നമുക്ക് അത്രയും ചെറിയ മൈക്രോ ലോട്ട് സൈസ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ മൈക്രോ ലോട്ട് സൈസിൽ നമുക്ക് ഇപ്പൊ ഇതിൻ്റെ അകത്ത് വരുന്ന ഗോൾഡിന്റെ പ്രൈസ് നമുക്കൊരു 4300 ആണെന്ന് വിചാരിച്ചു. ഏകദേശം ആ റേഞ്ചിലാണ് ഇപ്പൊ ഗോൾഡിന്റെ റേറ്റ് നിൽക്കുന്നത്. 4300. 4300 എന്ന് പറയുമ്പോൾ 4301 ഇതിനെ ടിക്ക് വാല്യൂ എന്ന് പറയും. ഈ പോയിന്റിന്റെ ശേഷമുള്ള ടിക്ക് വാല്യൂ എന്ന് പറയും. അപ്പൊ 2 ഡെസിമൽസ് ആണ് നമുക്കുള്ള ടിക്ക് വാല്യൂ. ഓക്കെ, അപ്പൊ ഇതില് ഈ പോർഷന് നമുക്ക് $1 മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് നമുക്ക് അതിനകത്ത് പ്രോഫിറ്റ് മാറുന്നത്. പ്ലസ് എന്ന് വെച്ചാൽ പ്രോഫിറ്റ് $1 നമുക്ക് ഇവിടെ $1 പ്ലസിലേക്ക് മുകളിലോട്ടോ താഴോട്ടോ എങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാലും $1 മൂവ്മെന്റ് നമുക്ക് നോക്കാം എത്ര എന്നുള്ളത്. 0.01 ലോട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് $1 മൂവ് ചെയ്യുമ്പോൾ $1 തന്നെ കിട്ടും നമുക്ക് പ്രോഫിറ്റ് ആയിട്ട്. അതേ സമയത്ത് 0.02 ലോട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് $2 കിട്ടും പ്രോഫിറ്റ് ആയിട്ട്. അതേപോലെ തന്നെ നമുക്ക് 0.10 അവിടുന്ന് 10 ഇത് കൂടി വരുമ്പോൾ നമുക്ക് ഇവിടെ $10 സെയിം ഒരു പോയിന്റ് മൂവ് ചെയ്യുമ്പോൾ. ഇതേപോലെ തന്നെ 0.20ലേക്ക് മാറിക്കഴിയുമ്പോൾ നമുക്ക് എന്താണ് വീണ്ടും $20 കിട്ടും. അതേപോലെ തന്നെ ഒരു ലോട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു ലോട്ട് ഫുൾ ലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ സെയിം $1 മാറിയപ്പോൾ നമുക്ക് $100 ആണ് നമുക്ക് ഒരൊറ്റ പോയിന്റിൽ കിട്ടണം. $100 ഇക്വലൻ ടു ഏകദേശം 900 അല്ല 9000, സോറി 9K ഇന്ത്യൻ റുപ്പീസ് ഒരൊറ്റ ഡോളറിന്റെ മൂവ്മെന്റിലാണ്. മനസ്സിലായില്ലേ? പക്ഷെ അതേപോലെ തന്നെ ഒറ്റ $1 ബാക്കിലേക്ക് പോയി കഴിഞ്ഞാലും -9,000 വരും.
മനസ്സിലായില്ലേ? അത്രയും എന്താണ് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് സിമ്പിൾ എന്നല്ല, സോറി, നമുക്ക് അത്രയും പ്രോഫിറ്റ് റേഷ്യോ എടുക്കാൻ പറ്റും. അപ്പൊ ഇതിനൊക്കെ നമുക്ക് വേണ്ട ക്യാപിറ്റൽ ഒക്കെ ചെറിയ ക്യാപിറ്റൽ മതി ഈ 0.01 ചെയ്യാനായിട്ട്. അപ്പൊ ഇതാണ് ഈ ഗോൾഡിന്റെ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഗോൾഡിന്റെ മൂവ്മെന്റ് ഇതാണ്. മനസ്സിലായില്ലേ? ഇത്രയും മൈക്രോ ലോട്ട് സൈസ് നമുക്ക് എടുക്കാൻ പറ്റും. ഏതില്? XAU വേഴ്സസ് ഗോൾഡ് വേഴ്സസ് ഡോളേഴ്സിൽ ഇത്രയും ചെറിയ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അതേപോലെ തന്നെ അതിന്റെ ഓരോന്നിന്റെ മൂവ്മെന്റ് ആണ് ഇത് വരുന്നത്. മീൻസ് എല്ലാ ലോട്ട് സൈസും ഞാൻ ഇവിടെ എഴുതുന്നില്ല, അതിനനുസരിച്ച് മാറി മാറി വരും. ഓക്കെ, അപ്പൊ ഇത് ഓരോന്നിന്റെ ലോട്ട് സൈസ് ആണ് നമുക്ക് വരുന്നത്. ലോട്ട് സൈസ് നമുക്ക് ഒരു ലോട്ട് ആയി കഴിയുമ്പോൾ നമുക്ക് $100 9,000 രൂപയാണ് ഇന്ത്യൻ റുപ്പീസ് നമുക്ക് കിട്ടുന്നത്. ഇതേ മൂവ്മെന്റില് നമ്മളെ ഉദ്ദേശം എന്താണ്? നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? 0.01 ട്രേഡ് എടുക്കണോ, 1 ലോട്ടി ട്രേഡ് എടുക്കണോ? നിങ്ങൾക്ക് ഏതാണ് താല്പര്യം? ഞാൻ പറഞ്ഞില്ലേ, 0.01 ലോട്ടി ട്രേഡ് എടുക്കണോ, അതല്ല 1 ലോട്ടി ട്രേഡ് ചെയ്യണോ? ആ ലോഡ് സൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലോഡ് സൈസ് ഒന്ന് എല്ലാവരും ടൈപ്പ് ചെയ്ത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലോഡ് സൈസ് ഏത് ലോട്ടിലാണ് നിങ്ങൾക്ക് എടുക്കുന്നത്? അതിന്റെ പ്രോഫിറ്റ് റേഷ്യോ ഞാൻ പറഞ്ഞ $1 മൂവ് ചെയ്യുമ്പോൾ ഡിപ്പെൻസ് അപ്പോൺ ദ ക്യാപിറ്റൽ. അതൊക്കെ നമുക്ക് ക്യാപിറ്റൽ ആക്കാം. നിങ്ങൾക്ക് എന്നാലും ഫ്യൂച്ചറിൽ ഒരു കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്ന ലോഡ് സൈസ് ഏതാണ്? ഗിരീഷ് 0.01 ഇപ്പൊ നിലവില്. ഓക്കെ, ഫ്യൂച്ചറിൽ ഏതായിരിക്കും താല്പര്യം? ഗിരീഷ് 0.01 പറഞ്ഞ്, പ്രശാന്ത് 1 ലോട്ട് പറഞ്ഞ്, ഫ്യൂച്ചറിൽ 1 ലോട്ട്. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ അന്ന് ഉള്ള ആൾക്കാരൊക്കെ ഒന്ന് നിങ്ങൾക്ക് എന്താ പറയുക, ഏത് ലോട്ടിലാണ് ഇഷ്ടം എന്ന് പറഞ്ഞ. ഓക്കെ, 1 ലോട്ട്. ഒട്ടുമിക്ക ആൾക്കാരും 1 ലോട്ട് തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, അതുകൊണ്ട് ഞാനപ്പോ ഒരു ചെറിയൊരു നിങ്ങളെ മൈൻഡ് സെറ്റ് ഞാനൊന്ന് നോക്കട്ടെ. എന്താണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്നുള്ളത്? നിങ്ങളെ കയ്യിൽ ഒരു 10,000 രൂപ ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ 10,000 രൂപ ഉണ്ട്. 0.01 ലോട്ട് എടുത്ത് 0.01 ലോട്ട് എടുത്ത് നിങ്ങൾക്ക് ഡെയിലി എത്ര പ്രോഫിറ്റ് വേണം ഒന്ന് പറയോ? 10,000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്. ഒരു ദിവസം നിങ്ങൾക്ക് എത്ര രൂപ പ്രോഫിറ്റ് വേണം? INR ആയിട്ട് പറഞ്ഞോ. എത്ര രൂപ പ്രോഫിറ്റ് വേണം? 10,000 രൂപയാണ് നിങ്ങളുടെ ക്യാപിറ്റല്. ഒരു ദിവസം എത്ര രൂപ? അരുൺകുമാർ 1000. ഓക്കെ, ബാക്കിയുള്ളവര്? അരുൺകുമാർ 1000 പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവർ എത്രയാണ്? 500 to 1000. ഓക്കെ, 500 to 1000. ഗിരീഷ് പറഞ്ഞ 500 to 1000. ബാക്കിയുള്ളവരൊക്കെ? ഓക്കെ, ഏകദേശം പ്രവീൺ കുമാർ 100 to 150, മിത്രന് 500 പ്ലസ്. ഓക്കെ, ഇനി നിങ്ങളുടെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപ ഉണ്ട്. ഒരു ലോട്ട് എടുക്കുന്ന ആൾക്കാരല്ല, 10 ലക്ഷം രൂപ ഉണ്ട്. 10 ലക്ഷം രൂപ ഇടുമ്പോൾ നിങ്ങൾക്ക് ഒരു ലോട്ട് എടുത്തോ. ഒരു ലോട്ട് എടുത്തെന്ന് വിചാരിച്ചു, എത്ര ആയിക്കോട്ടെ, ലോട്ട് സൈസ് എത്ര ആയിക്കോട്ടെ. 10 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ വേണം ദിവസം? ഡെയിലി ഒരു ദിവസം എത്ര രൂപ വേണം? 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര രൂപയാണ് ആഗ്രഹിക്കുന്നത്? 10 ലക്ഷം ഉണ്ടെന്ന് വിചാരിച്ച എല്ലാവരും കയ്യിലും. ഓക്കെ, 10,000 രൂപ, 10,000 to 15,000 രൂപ. ഓക്കെ, അരുൺകുമാർ 10,000 രൂപ ഒരു ദിവസം. പ്രശാന്ത് 10,000 to 15,000 രൂപ ഒരു ദിവസം. ഓക്കെ, അപ്പൊ നമ്മളെ കോൺസെപ്റ്റില് ഇവിടെ ഒരു അപ്രോക്സിമേറ്റ് 500 to 1000 ആണ് എല്ലാവരും പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോ ഗിരീഷ് 10% പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മന്ത്ലി 10%. ഓക്കെ, നമുക്ക് ഇവിടെ വരുമ്പോ എല്ലാവരും പറഞ്ഞേക്കണ ഒരു 10,000 to 15,000 രൂപയാണ് വേണത്. നമ്മളപ്പോ ഇതിലൊന്നൊരു കാൽക്കുലേഷനിലേക്ക് മാറ്റാം. നിങ്ങളെ തോട്ടൊന്ന് കാൽക്കുലേഷനിലേക്ക് മാറ്റാം. 10,000 രൂപ കൊണ്ട് നിങ്ങൾക്കൊരു 500 രൂപ ഡെയിലി എടുക്കാന്ന് പറയുമ്പോൾ ഏകദേശം എത്ര പെർസെന്റേജ് ആയി? ഈ 500 കൂട്ടിയാൽ മതി, 1000 വേണ്ട, 500 കൂട്ടിയാൽ മതി. എത്ര പെർസെന്റേജ് ഒരു ദിവസം? 5%. പ്രശാന്ത് പറഞ്ഞ 5%. അതേപോലെ തന്നെ 10 ലക്ഷത്തിന് 10,000 കൂട്ടിക്കോ, എത്ര പെർസെന്റേജ് ആയി ഒരു ദിവസം?
1%. എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ ഇവിടുന്ന്? എന്തെങ്കിലും മനസ്സിലായോ? നിങ്ങളെ കയ്യിൽ കുറച്ച് ക്യാപിറ്റൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വലിയ പ്രോഫിറ്റ് വേണം ആഗ്രഹിക്കുന്നത്. അതേ സമയത്ത് വലിയ ക്യാപിറ്റൽ ഉണ്ടാകുമ്പോൾ കുറച്ച് പ്രോഫിറ്റ് മതി. എന്തെങ്കിലും നിങ്ങൾക്ക് അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റണ്ട? എന്തെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റണ്ട? വല്ലതും റിലേറ്റ് ചെയ്യാൻ പറ്റണ്ട? അതുകൊണ്ട് റിസ്ക്. ഓക്കെ, റിസ്ക് എന്നല്ല അതിന്റെ ഒരു വാക്ക്, വേറൊരു വാക്കാണ് അതിന് പറയാം. ആണോ അല്ലേ? യെസ്, ഗിരീഷ് പറഞ്ഞ ഗ്രീഡി. ഗ്രീഡി എന്ന് അതിനെ പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ചെറിയ ക്യാപിറ്റൽ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് വലിയ പ്രോഫിറ്റ് വേണം. അത് ഒരിക്കലും സാധ്യതയല്ല. സാധ്യമാകൂല എന്നല്ല ഞാൻ പറയുന്നത്. അത് നമ്മളെ മൈൻഡ് സെറ്റ് കറക്റ്റ് അല്ല. മനസ്സിലായില്ലേ? നമ്മൾ എന്താ വേണ്ടത്? ഒരു ബിസിനസ്, നിങ്ങളൊരു എന്താ പറയാ, ഒരു ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാ പ്രൊഡക്റ്റിൽ നിന്നും എന്താ പറയാ ഡിഫറെന്റ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ഡിഫറെന്റ് പ്രോഫിറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. ചില കുറഞ്ഞ ബ്രാൻഡുകളിൽ നിന്ന് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും, കൂടിയ ബ്രാൻഡുകളിൽ നിന്ന് കുറഞ്ഞ പ്രോഫിറ്റ് കിട്ടും. നമുക്ക് എന്താണ് ആ ബിസിനസ്സിൽ ഓവറോള് നമ്മൾ എന്ത് ചെയ്യും? ഒരു 20 to 30% നമുക്ക് മന്ത്ലി വേണമെന്ന് പറയും. 20 to 30% നമുക്ക് മന്ത്ലി നമുക്ക് റിട്ടേൺസ് വേണം. അതാണ് നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഹോട്ടൽ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം, എക്സ്പെൻസ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഓരോ ഡിഷസിൽ നിന്നും നമുക്കൊരു 30 to 50% നമുക്ക് അതിൽ നിന്ന് കിട്ടിയാലേ നമ്മൾ റണ്ണിങ് കോസ്റ്റും കാര്യങ്ങളെല്ലാം എന്താ പറയാ അതിനകത്ത് വർക്കൗട്ടായി പോവുള്ളൂ. അപ്പോ ഇങ്ങനെ ഒരു നിശ്ചിത ഫിഗറുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ചെറിയ ഹോട്ടൽ ആയിക്കോട്ടെ, വലിയ ഹോട്ടൽ ആയിക്കോട്ടെ, ചെറിയ സൂപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ, വലിയ സൂപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഒരു 10 ലക്ഷം കൊടുത്തിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് എടുക്കണായിക്കോട്ടെ, 1 കോടിക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങായിക്കോട്ടെ, 10 ലക്ഷത്തിന് നമ്മളൊരു ഹോട്ടൽ തുടങ്ങായിക്കോട്ടെ, 1 കോടിക്ക് ഹോട്ടൽ ആയിക്കോട്ടെ, സംഭവത്തിന്റെ എല്ലാ കണക്കും ഇത് തന്നെയാണ്. ഇതിൽ നിന്നൊന്നും കൂടാൻ പോകില്ല. 10 ലക്ഷത്തിന്റെ ലിട്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ 100% ലാഭം കിട്ടണമെന്നില്ല. അല്ലെങ്കിൽ 1 കോടിയുടെ എന്താ പറയുക ഇട്ട് കൊണ്ട് നമുക്ക് 100% ലാഭം കിട്ടുന്നില്ല. അവിടെയാണ് നമ്മൾ തോട്ട് പ്രോസസ് വരാം. എന്തുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡിംഗിൽ വരുമ്പോൾ മാത്രം ഈ ഒരു തോട്ട് വരുന്നത്? കുറഞ്ഞ പൈസക്ക് കൂടുതൽ ലാഭം, കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ കുറച്ച് ലാഭം മതി. അവിടെയാണ് നമ്മൾ എല്ലാവരും തോട്ട് പ്രോസസ് തെറ്റുന്നത്. ഇവിടെയാണ് നിങ്ങൾക്ക് സക്സസ് ആവാൻ കഴിയും. കാരണം ചെറിയ എമൗണ്ട് വെച്ചിട്ട് നാളത്തെ EMI ബില്ല് നിനക്ക് കെട്ടണം. അല്ലെങ്കിൽ ഈ മാസം വരാൻ പോണ എന്റെ എന്താ പറയാ കാർ ലോൺ ആയിക്കോട്ടെ, ഹൗസ് ലോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസിന്റെ എന്തായിക്കോട്ടെ, എന്ത് എക്സ്പെൻസ് ആയിക്കോട്ടെ, എനിക്ക് ഈ ഒരു 10,000 രൂപ കൊണ്ട് വേണം ആ ഒരു 50,000 രൂപയുടെ എക്സ്പെൻസ് കെട്ടാൻ വേണ്ടി. അല്ലെങ്കിൽ ഈ 10,000 രൂപ കൊണ്ട് വേണം എനിക്ക് എന്താ പറയാ എന്റെ ഫുള്ള് കടം തീർക്കാൻ വേണ്ടിയിട്ട്. അതും 1 മാസം കൊണ്ട് തീർക്കണം, അല്ലെങ്കിൽ 2 മാസം കൊണ്ട് തീർക്കണം. ഇവിടെ ഒരു ഹോട്ടൽ തുടങ്ങുമ്പോൾ നമ്മളൊരു 3 വർഷമെങ്കിലും നമ്മൾ എന്താ പറയാ, അത് ഹോട്ടലോ സൂപ്പർ മാർക്കറ്റ് തുടങ്ങണമെങ്കിൽ 3 വർഷമെങ്കിലും നമ്മൾ അതിന്റെ പുറകെ കഷ്ടപ്പെട്ട് നടന്നാൽ തന്നെ നമുക്ക് അതിന്റെ അകത്തുനിന്ന് നല്ലൊരു പ്രോഫിറ്റ് എടുക്കാൻ കഴിയുള്ളൂ. പക്ഷേ ട്രേഡിങ്ങിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറിയ ക്യാപിറ്റലും ഹ്യൂജ് പ്രോഫിറ്റ്. അതേപോലെ തന്നെ ചെറിയ എന്താ പറയാ ഡ്യൂറേഷനിൽ തന്നെ നമ്മൾ എല്ലാ കടകളും 1 കോടിയുടെ കടക്ക് ഉണ്ടെങ്കിൽ എന്താ പറയാ ഈ 10,000 രൂപ കൊണ്ട് തന്നെ 1 കോടിയുടെ കട തീർക്കണം. ഇതാണ് നമ്മുടെ തോട്ട് പ്രോസസ്. അത് മാറാത്തോടത്തോളം കാലം നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. 100% ഉറപ്പാണ്. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. 100% ഉറപ്പാണ്. അത് മാറാത്തോടത്തോളം കാലം നമുക്ക് എന്താണ് രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? എന്റെ കയ്യിൽ 10,000 രൂപയാണ്. നിങ്ങൾ ഒരു 5% നിങ്ങൾക്ക് ഡെയിലി കിട്ടാന്ന് പറയുമ്പോൾ 20 ദിവസം എന്ന് പറയുമ്പോൾ 20 × 5 എത്രയായി? 100%. മനസ്സിലായില്ലേ? 100% നമുക്കത് വേണം എന്ന് കണക്കാക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആ പേഴ്സൻറ്റേജ് കാൽക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് നമുക്ക് ഒരു സ്ട്രാറ്റജി, അല്ലെങ്കിൽ നിങ്ങളായിട്ട് കണക്കൂട്ടിയ സ്ട്രാറ്റജി ആയിക്കോട്ടെ, നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചായിക്കോട്ടെ, എന്റേന്ന് പഠിച്ചായിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, നിങ്ങൾ അതില് നിങ്ങളെ ക്യാപിറ്റലിന്റെ, നേരത്തെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിപ്പെൻസ് ഓൺ ക്യാപിറ്റൽ ലോഡ് സൈസ്. അതാണ് ക്യാപിറ്റലിന്റെ അനുസരിച്ചിട്ട് നിങ്ങൾ ലോഡ് സൈസ് ഡിസൈഡ് ചെയ്യും. നിങ്ങൾ ക്യാപിറ്റലിനനുസരിച്ച് ഒരിക്കലും നിങ്ങൾ എന്താണ് പ്രോഫിറ്റ് ഡിസൈഡ് ചെയ്യാൻ പാടില്ല. പ്രോഫിറ്റ് എപ്പോഴും സ്റ്റാറ്റിക് ആയിരിക്കണം. നിങ്ങൾ 1% പെർ ഡേ ആണെന്നുണ്ടെങ്കിൽ 1%, 5% പെർ ഡേ ആണെന്നുണ്ടെങ്കിൽ 5%. എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്?
10,000 രൂപയിൽ നിങ്ങൾക്ക് 5% പെർ ഡേ എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ 10 ലക്ഷത്തിൽ നിങ്ങൾ 5% എടുക്കാൻ പറ്റും. അതേ സമയത്ത് നിങ്ങൾ 1% ആണ് 10,000 രൂപയിൽ എടുക്കുന്നുണ്ടെങ്കിൽ 10 ലക്ഷത്തിൽ നിങ്ങൾ 1% എടുക്കാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? കാരണം അതിനാണ് ഞാൻ ആദ്യം ഈ ഒരു കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞത്. ഗോൾഡിന്റെ ഈ കാൽക്കുലേഷൻ നമുക്ക് ആദ്യം $1, അത് കഴിഞ്ഞ് അത് നമുക്ക് കൺഫേം ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സെയിം $1 തന്നെ എടുക്കുന്നത്, പക്ഷെ ലോഡ് സൈസ് കൂട്ടാം. അങ്ങനെ കൂട്ടി വന്നാൽ നിങ്ങൾ സെയിം $1 നിങ്ങൾക്ക് എന്താണ് $100 കിട്ടണം. നിങ്ങളുടെ റേഷ്യോ സെയിം ആണ്. ഇവിടെ ഡിപ്ലോയ് ചെയ്യുന്ന ക്യാപിറ്റലും ഇവിടെ ഡിപ്ലോയ് ചെയ്യുന്ന ക്യാപിറ്റലും ആ ലോഡ് സൈസിന് ഡിപ്പെൻഡന്റ് ആണ്. മനസ്സിലായില്ലേ? ആ ലോഡ് സൈസിന് എന്താ പറയുക ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റലാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനനുസരിച്ചുള്ള ഒരു എന്താണ് പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. സെയിം പ്രോഫിറ്റ് ആണ്. ഇതില് അരുണ് 0.01, ഗിരീഷ് 0.02, അതേപോലെ തന്നെ പ്രശാന്ത് 0.10, അതേപോലെ വേറെ ആരുള്ളത് ഉണ്ടായിരുന്നത് ചാറ്റ് ബോക്സിലൊക്കെ ഉണ്ടായിരുന്നത് അരുൺകുമാർ, അതേപോലെ ഓരോരുത്തരും പ്രശാന്ത്, പ്രവീണ്, ഇവരൊക്കെ പല പല ലെവലിലായിരിക്കും. പക്ഷെ എല്ലാവരും പ്രോഫിറ്റ് റേഷ്യോ സെയിം ആയിരിക്കും. $1 ആണ് നമുക്ക് പ്രോഫിറ്റ് റേഷ്യോ എടുക്കണമെന്നുണ്ടെങ്കിൽ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് നമുക്കൊരു സ്ട്രാറ്റജി നമുക്ക് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും പഠിച്ച സ്ട്രാറ്റജി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്റെ സ്ട്രാറ്റജി ആയിക്കോട്ടെ, എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പെർസെൻറ്റേജ് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് മന്ത്ലി കിട്ടണ്ടോ നോക്കണം. മന്ത്ലി അത് കൺസിസ്റ്റന്റ് ആവണം. കൺസിസ്റ്റന്റ് ആവാതെ ഇന്ന് 1%, 5% കിട്ടി, നാളെ ഒരു 10% പോയി, അത് കഴിഞ്ഞ് നമുക്കൊരു മാസം കഴിയുമ്പോൾ, ഒരു ജനുവരി 1 തൊട്ട് ജനുവരി 31 കഴിയുമ്പോൾ നമുക്കൊരു എത്ര പെർസെൻറ്റേജ് ആണ് കിട്ടണത്, അതാണ് നമ്മളെ കൺസിസ്റ്റൻസി. അവിടെയാണ് നമ്മൾ കൺസിസ്റ്റന്റ് ആവേണ്ടത്. ഒരു 25% അല്ലെങ്കിൽ 10% എത്രയാണ് നിങ്ങൾക്ക് ഒരു മാസം വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ നിങ്ങൾ ഫിക്സ്ഡ് ആയിട്ട് നിൽക്കണം. മനസ്സിലായില്ല? അപ്പൊ നിങ്ങൾക്ക് 10 ലക്ഷം ആയിക്കഴിഞ്ഞാലും 10 ലക്ഷം 25%, അതേപോലെ തന്നെ നിങ്ങൾക്ക് 10,000 രൂപ 25%. ഈ ഒരു തോട്ട് പ്രോസസ് ഇല്ലാത്തടത്തോളം കാലം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം നമ്മളെ ചിന്ത എപ്പോഴും 10,000 രൂപ 2,000 രൂപ കിട്ടണം, 2,000 രൂപ എടുക്കണം. അതിനുവേണ്ടി നമ്മൾ തത്രപ്പാട് ചെയ്തിട്ട് അവസാനം 2,000 നല്ല നമ്മൾ 10,000 ക്യാപിറ്റൽ കുറയുകയും ചെയ്യും. നാളെ നമ്മൾ ആ ക്യാപിറ്റൽ 10,000 ആക്കി വെക്കുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ വീണ്ടും അപ്പൊ ഇന്നലത്തെ 2,000 ഇന്നത്തെ 2,000 4,000 ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ ട്രേഡ് ചെയ്തിട്ട് അതിൽ നിന്ന് വീണ്ടും ക്യാപിറ്റൽ കുറക്കും. മനസ്സിലായില്ല? ഇതാണ് സംഭവിക്കുന്നത്. യെസ് ഓർ നോ എന്ന് പറഞ്ഞേ. യെസ് ഓർ നോ പറഞ്ഞു. ഇതാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. യെസ് ഓർ നോ എന്ന് പറഞ്ഞേ. യെസ് ഓർ നോ എന്ന് പറഞ്ഞേ. യെസ്. ഗിരീഷ് യെസ്, മിത്ര യെസ്. അതാണ് ഗ്രീഡി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇതിനെയാണ് നമ്മൾ ഗ്രീഡി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ആ ഗ്രീഡ് നമ്മൾ മാറ്റാത്തോളം കാലം നമ്മൾ റിസ്ക് എടുക്കാം, അത് വേറെ വിഷയം. ഗ്രീഡ് മാറ്റാത്തോളം കാലം നമുക്ക് സക്സസ് റേഷ്യോ കിട്ടൂല. അത് എത്ര വലിയ സ്ട്രാറ്റജി പഠിച്ചാലും ശരി, 1 ലക്ഷത്തിൽ പോയി നിങ്ങൾ ഒരു സ്ട്രാറ്റജി പഠിച്ചാലും ശരി, അമേരിക്ക പോയിട്ട് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് എവിടെയെങ്കിലും വലിയ ആൾക്കാർ സ്ട്രാറ്റജി പഠിച്ചാലും ശരി, ഈ തോട്ട് പ്രോസസ് കറക്റ്റ് ആക്കാതെ നിങ്ങൾക്കത് സക്സസ് ആവാൻ പറ്റില്ല. കാരണം ഈ തോട്ട് പ്രോസസ് ആണ് അതിന്റെ മെയിൻ ഘടകം, ഗ്രീഡി. ക്ലിയർ ആയോ? നിങ്ങളെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലായില്ലേ? നിങ്ങൾ എവിടെയാണ് ഇത്രയും കാലം നിങ്ങൾക്ക് എന്താ ഇപ്പൊ 12 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട്, 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട്, 3 വർഷം എക്സ്പീരിയൻസ് ഉള്ള 1 വർഷത്തിന് മേലെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കാൻ പറ്റാത്തത് മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അലഞ്ഞോണ്ടിരിക്കുന്നത് മനസ്സിലായോ? ഇനി നമുക്ക് നമ്മുടെ സ്ട്രാറ്റജിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് കിടക്കാം. സ്ട്രാറ്റജി എന്താണെന്ന് നമുക്ക് വിളിക്കാം. നമ്മള് ഗോൾഡ് സ്ട്രാറ്റജി. നമ്മൾ ഗോൾഡ് എന്താണെന്ന് ഇപ്പൊ പഠിച്ചു. ഗോൾഡ് സ്ട്രാറ്റജി. എന്റെ ഗോൾഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് 2 പാർട്ടാണ്. 2 പാർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് 2 പാർട്ടായിട്ടാണ് നമ്മൾ ഗോൾഡ് സ്ട്രാറ്റജി വരുന്നത്. എന്ന് വെച്ചാൽ പാർട്ട് 1 അതേപോലെ തന്നെ പാർട്ട് 2. ഇത് രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള പാർട്സ് ആണ്. അത് രണ്ടിന്റെ എന്താണ് ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. സ്പീഡായിട്ട് ഞാൻ കവർ ചെയ്യാം. ഓക്കെ. ഇവിടെ നമുക്ക്
കുറച്ച് ടൈം ഇൻവെസ്റ്റ്മെന്റ് വേണം. നോർമലി നിങ്ങൾക്ക് ചാർട്ട് നോക്കണം, അതേപോലെ ടെക്നിക്കൽ അനാലിസിസ്, ഫണ്ടമെന്റൽ അനാലിസിസ് അങ്ങനത്തെ ഒന്നും വേണ്ട. നമുക്ക് ജസ്റ്റ് കുറച്ചൊരു ടൈം ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ വേണം. കാരണം നമുക്ക് കുറച്ച് നേരം ചാർട്ടൊക്കെ അനാലിസിസ് ചെയ്തെന്ന് വെച്ചാൽ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കണ്ട്. അതുപോലെ ജസ്റ്റ് എന്താ പറയുക, ചാർട്ടൊക്കെ അനാലിസിസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് കുറച്ചൊരു ടൈം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഇവിടെ ഈ പാർട്ടിൽ. ടൈം ഇൻവെസ്റ്റ്, അപ്പൊ ടൈം ഉള്ള ആൾക്കാർക്കാണ് ഈ സംഭവം നമുക്ക് ചെയ്യാൻ പറ്റുക. കുറച്ചിട്ട് നമ്മൾ ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം. അതേപോലെ പാർട്ട് 2 എന്ന് പറയുമ്പോൾ നോ നോ ടൈം ഇൻവെസ്റ്റ്മെന്റ്. നോ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ എന്താണ് ചാർട്ട് അനാലിസിസ് വേണം. ചാർട്ട് അനാലിസിസ് വേണം. ഇവിടെ നമുക്ക് നോ ചാർട്ട് അനാലിസിസ്. നമുക്ക് പാർട്ട് 2 നമുക്ക് ചാർട്ട് അനാലിസിസ് ഒന്നും വേണ്ട. അതേപോലെ തന്നെ നമുക്കിവിടെ പേഷ്യൻസ് വേണം. ഇവിടെ നമുക്ക് നോ പേഷ്യൻസ് ആണ്. ഇവിടെ നമ്മൾ ഹൈ മൂവ്മെന്റ്സ് ക്യാപ്ചർ ചെയ്യും. ഇവിടെ നമ്മൾ ഹൈ മൂവ്മെന്റ്സ് പറയുമ്പോൾ നമുക്കൊരു 10, 15, 20 പോയിന്റ് ഒക്കെ നമ്മൾ ക്യാപ്ചർ ചെയ്യും ഇവിടെ ഈ പാർട്ട് 1. അതേ സമയത്ത് ഇവിടെ നമ്മൾ എന്താണ് സ്മോൾ മൂവ്മെന്റ്സ് ആണ് ക്യാപ്ചർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ലെസ് ട്രേഡ്സ് ഇൻ എ ഡേ. ഇവിടെ നമുക്കൊരു കുറച്ച് ട്രേഡ്സ് ഉണ്ടാവുള്ളൂ ഒരു ദിവസം. ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ ട്രേഡ്സ് ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഇവിടെ എന്താണ് ലെസ് ട്രേഡ്സ് ഉണ്ടാവുള്ളൂ ഒരു ദിവസം. ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ ട്രേഡ്സ് ഉണ്ടാവും. ആ ലെസ് ട്രേഡ്സ് നമുക്ക് ഇവിടെ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്കൊരു 10 to 30 ട്രേഡ്സ് ഉണ്ടാവും നമുക്കിവിടെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ. രാവിലെ നമ്മൾ ഒരു 6 മണി തൊട്ടിട്ട് വൈകുന്നേരം 10 മണി വരെയുള്ള കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ ഏത് സമയത്ത് ട്രേഡ് ചെയ്യുന്നതല്ല, നിങ്ങൾ സമയത്ത് ട്രേഡ് ചെയ്യുന്നതനുസരിച്ച് അതിനനുസരിച്ച് നമുക്ക് അതായത് ടൈമിൽ. അപ്പോൾ ഒരു ദിവസം നമുക്ക് മൊത്തത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് 10 to 30 ട്രേഡ്സ് ഉണ്ടാവും. ഈ പോർഷനിൽ നമുക്ക് മൊത്തത്തിൽ അതേപോലെ തന്നെ 6 മണി തൊട്ട് 10 മണി വരെ, രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 10 മണി വരെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു 80 to 150 ട്രേഡ്സ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, 80 to 150 ട്രേഡ്സ് ഒക്കെ എടുക്കാൻ നിങ്ങൾക്ക് പറ്റും. ഒരു കുഴപ്പമില്ല. കാരണം അത്രയും സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റും. അതല്ല നിങ്ങളൊരു 2 മണിക്കൂർ രാവിലെയും 2 മണിക്കൂർ വൈകിട്ട് സ്പെൻഡ് ചെയ്യണുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ട്രേഡ്സ് കുറയും. ആ സമയത്തുള്ള ട്രേഡ്സ് മാത്രമേ. ഒരു മണിക്കൂറിൽ നമുക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു 5 to 10 ട്രേഡ്സ് ഇവിടെ വരും. ഇവിടെ നമുക്കൊരു 1 to 2 ട്രേഡ്സ് ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് അതിന്റെ രണ്ടിന്റെ കമ്പാരിസൺ. അപ്പോൾ ഇത് വെച്ച് നിങ്ങൾക്ക് തന്നെ എന്താ പറയുക അനലൈസ് ചെയ്യാം നിങ്ങൾക്ക് ഏത് പാർട്ടായിരിക്കും നിങ്ങൾക്ക് ഉചിതമെന്ന്. ജോലിയും ബിസിനസ്സും തിരക്കുള്ള ആൾക്കാർക്കൊക്കെ എപ്പോഴും നല്ലത് പാർട്ട് 2 ആയിരിക്കും. കാരണം നമുക്ക് പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് എന്താ പറയുക ചാർട്ട് അനാലിസിസ് ഒന്നും വേണ്ട. ജസ്റ്റ് ചാർട്ട് ഓപ്പൺ ആക്കി വരുമ്പോൾ തന്നെ നമുക്ക് ബൈ എവിടെയാണ് സെൽ എവിടെയാണ് നമുക്ക് അപ്പം തന്നെ മനസ്സിലാവും. അതിന് വലിയ എന്താ പറയുക റോക്കറ്റ് സയൻസ് ഉള്ള കാൽക്കുലേഷൻ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താ പറയുക ചാർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു 1-2 മിനിറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബൈയും സെല്ലും കിട്ടും. എവിടെയാണ് ബൈ വെക്കേണ്ടത് എവിടെയാണ് സെല്ല് വെക്കേണ്ടത് നമുക്ക് മനസ്സിലാവും. അതേ സമയത്ത് പാർട്ട് 1 കുറച്ച് നേരം നിങ്ങളൊന്ന് അനാലിസ് ചെയ്യേണ്ടി വരും. അനാലിസ് ചെയ്തിട്ട് അതിൽ നിന്നാണ് നിങ്ങൾക്ക് എൻട്രി കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എൻട്രീന്റെ കൗണ്ട് കുറവായിരിക്കും. അവിടെ നമുക്ക് കുറച്ച് ടൈം ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇവിടെ നമുക്ക് ടൈം ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. എൻട്രി മൾട്ടിപ്പിൾ ഒരുപാട് എൻട്രി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രശ്നമില്ല. രണ്ടിന്റെയും വിന്നിങ് റേഷ്യോ നമുക്കൊരു 80 to 90% നമുക്ക് വിന്നിങ് റേഷ്യോ ഉണ്ട്. 80 to 90% നമുക്ക് രണ്ടിനും വിന്നിങ് റേഷ്യോസ് ഉണ്ട്. ഓക്കെ, ആ രീതിയിലാണ് രണ്ട് സ്ട്രാറ്റജി ഉള്ളത്. ഓക്കെ, ഇനി പാർട്ട് 1 എന്താണുള്ളത്, പാർട്ട് 2 എന്താണുള്ളത്, ജസ്റ്റ് അതൊന്ന് ഞാൻ ബ്രീഫ് ചെയ്യാം. പാർട്ട് 1 എന്ന് പറയുമ്പോൾ നമുക്ക് 6 ട്രേഡിംഗ് സെറ്റപ്സ് ആണുള്ളത്. 6 ട്രേഡിംഗ് സെറ്റപ്സ് ആണ് പാർട്ട് 1 പാർട്ട് 1 6 ട്രേഡിംഗ് സെറ്റപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ലോങ് പാരലൽ
അതേപോലെ തന്നെ ഷോർട്ട് പാരലൽ upward slope downward slope അതേപോലെ തന്നെ ലോങ് വെഡ്ജ് അതേപോലെ തന്നെ ഷോർട്ട് വെഡ്ജ്. ഇത് 6 ട്രേഡിംഗ് സെറ്റപ്സ് ആണ് നമുക്കുള്ളത്. അതിൽ തന്നെ ഈ 2 സെറ്റപ്പ് നമുക്ക് എന്താണ് കൺസോൾട്ടേഷൻ മാർക്കറ്റിലാണ്. നമുക്ക് എന്തൊക്കെ മാർക്കറ്റ്സ് ആണുള്ളത് നമുക്കൊരു ദിവസം കാണാൻ പറ്റുന്നത്? കൺസോൾട്ടേഷൻ മാർക്കറ്റും പിന്നെ എന്തൊക്കെ മാർക്കറ്റ് കാണാൻ പറ്റും? എല്ലാവർക്കും നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. തൗഫീഖ് നെറ്റ്വർക്ക് ഇഷ്യൂ ചോദിക്കുന്നുണ്ട്. ബാക്കി എല്ലാവർക്കും നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. എനിക്കൊന്നും തൗഫീഖിന് മാത്രമായിരിക്കും. ഇവിടെ എനിക്ക് നെറ്റ്വർക്കിന് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, തൗഫീഖിന്റെ മാത്രമാണ്. ബാക്കി എല്ലാവർക്കും നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാ? ലാഗിങ് ഉണ്ടാ? യെസ് ഓർ നോ ഒന്ന് ടൈപ്പ് ചെയ്തേ. ആരും ഇല്ല ലൈനില്. ഓക്കെ 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 ആണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് പറഞ്ഞത്? അപ്പൊ തൗഫീഖ് ഒന്ന് ജസ്റ്റ് റീലോഗിൻ ചെയ്യുക, അല്ലെങ്കിൽ റേഞ്ച് ഉള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് മാറി നിൽക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് കൺസോൾട്ടേഷൻ മാർക്കറ്റ്, പിന്നെന്താ ഉള്ളത് നമുക്ക്? എന്ത് മാർക്കറ്റ് ഉള്ളത്? കൺസോൾട്ടേഷൻ മാർക്കറ്റ് ഇല്ലെങ്കിൽ പിന്നെന്താ ഉള്ളത്? ചാറ്റ് ബോക്സിൽ ഇട്. പെട്ടെന്നാവട്ടെ, സ്പീഡ് ആവട്ടെ എല്ലാവരും. അപ്വേർഡ് ഡൗൺവേർഡ് അല്ല, വോളറ്റൈൽ മാർക്കറ്റ്. നമുക്ക് 2 മാർക്കറ്റ്സ് ഉണ്ടാവാം. ഒന്ന് കൺസോൾട്ടേഷൻ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ സൈഡ് വേസ് മാർക്കറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹോൾസെയിൽ മാർക്കറ്റ്, മുകളിലോട്ടോ താഴോട്ടോ എങ്ങോട്ടോ ആണെങ്കിലും ഭ്രാന്തമായിട്ട് പോകുന്ന മാർക്കറ്റ്. ഈ മാർക്കറ്റാണ് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസോൾട്ടേഷൻ മാർക്കറ്റിൽ ഈ 2 പാറ്റേൺസ് യൂസ് ചെയ്യും. അതേപോലെ തന്നെ വോളറ്റൈൽ മാർക്കറ്റിൽ നമ്മൾ ഈ 4 പാറ്റേൺസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ 4 ട്രേഡിംഗ് സെറ്റപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മളെ എന്താണ് പാർട്ട് 1. അതേപോലെ തന്നെ പാർട്ട് 2 എന്ന് പറഞ്ഞത് 2 സെഗ്മെന്റ്സ് ഉള്ളത്. രണ്ട് സെഗ്മെന്റ്സ് ആണുള്ളത്. നമുക്ക് 2 സെഗ്മെന്റ്സ് ആണുള്ളത്. ആ 2 സെഗ്മെന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ പാർട്ട് 2 ചെയ്യുന്നത്. നമുക്ക് സെഗ്മെന്റ്സ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് മറ്റേതില് നമുക്കൊരു 6 പാറ്റേൺ നമുക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. മനസ്സിലായില്ല? കാരണം ഓരോ മാർക്കറ്റിലും. ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ 2 സെഗ്മെന്റും ഡിഫറെന്റ് സെഗ്മെന്റ്സ് ആണ്. നമുക്ക് ഒരു സെഗ്മെന്റ് മാത്രം ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാം. എല്ലാ വോളറ്റൈലും നമുക്ക് എന്താ പറയുക കൺസോൾട്ടേഷൻ ഒക്കെ അതിൽ തന്നെ മാർക്കറ്റ് വരിക. നമുക്ക് മറ്റേ സെഗ്മെന്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, രണ്ടും കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് 2 സെഗ്മെന്റ്സ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ 2 സെഗ്മെന്റ്സിൽ എന്താ പറയുക, വോളറ്റൈലും കൺസോൾട്ടേഷനും രണ്ടും ഇതിൽ തന്നെയാണ് വരുന്നത്. രണ്ടിലും വരും. നമുക്ക് 2 സെഗ്മെന്റ്സിലും ബോത്ത് കൺസോളിഡേഷൻ ആൻഡ് volatile market will cover. 2 സെഗ്മെന്റിലും നമുക്ക് 2 മാർക്കറ്റും 2 സെഗ്മെന്റിലും കവർ ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് ജസ്റ്റ് ഇവിടെ മാർക്കറ്റ് നമ്മൾ ചാർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബൈ എവിടെയാണ് സെല് എവിടെയാണ് അപ്പൊ തന്നെ മനസ്സിലാവും. അത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. യാതൊരു ടെൻഷനും ഇല്ല. എന്താ പറയുക, നിങ്ങൾക്ക് ഏത് തിരക്ക് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് വരും. ഇവിടെ ടൈം ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ഇത് പഠിച്ചു കഴിഞ്ഞാൽ നാളെ തന്നെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അത്രയും സിമ്പിൾ ആണ്. കാരണം പഠിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത്രയും സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഒരാഴ്ച 2 ആഴ്ച നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നും പറയില്ല. ഈ പാർട്ട് 2 നിങ്ങൾക്ക് അപ്പൊ തന്നെ പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് തുടങ്ങാൻ പറ്റും. അതേസമയത്ത് പാർട്ട് 1 നിങ്ങൾക്ക് ടൈം കുറച്ചെടുക്കും. ഇതൊന്ന് അതിന്റെ പാറ്റേൺസും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു 2 ആഴ്ചത്തോളം മിനിമം നമുക്ക് എന്താ പറയുക ഇതിന് വേണ്ടി വരും. ഇപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് എന്റെ ഈ 2 പാർട്ടിന്റെ ഒരു പോർഷനാണ് പഠിക്കുന്നത് പറഞ്ഞത്. ആ പോർഷനാണ് ഇത്. ഈ 2 പോർഷനാണ് നമ്മൾ പഠിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ഈ 2 പോർഷൻ, കൺസോൾട്ടേഷൻ മാർക്കറ്റിലുള്ള 2 പോർഷനാണ് നമ്മൾ പഠിക്കാൻ പോണത്. അപ്പൊ എല്ലാവരും റെഡിയാണോ അത് പഠിക്കാനായിട്ട്? എല്ലാം റെഡി ആണെന്നുണ്ടെങ്കിൽ ഒരു ചാറ്റ് ബോക്സ് മൊമെന്റം അപ്പ് തന്നെ നേരത്തെ പറഞ്ഞ മൊമെന്റം. ഓക്കെ, മൊമെന്റം വരുമ്പോൾ നമുക്ക് എന്താ പറയുക വോളറ്റാലിറ്റി ഉണ്ടാവും, അപ്പ് ഉണ്ടാവും, ഒക്കെ പോകും. ഓക്കെ,
താങ്ക് യു പ്രശാന്ത്. ഓക്കെ, എല്ലാവരും യെസ് ആണ്. ഓക്കെ, യെസ്. നമ്മൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോ നിങ്ങളെ മൈൻഡ് സെറ്റ് ക്ലിയർ ആയി എല്ലാവർക്കും? ആണല്ലോ, എല്ലാവർക്കും മൈൻഡ് സെറ്റ് ക്ലിയർ ആയില്ലേ? ഓക്കെ, മൈൻഡ് സെറ്റ് ക്ലിയർ ആയി. എന്താണ് നിങ്ങൾക്ക് ഇത്രയും കാലം വന്ന തെറ്റിന്റെ മെയിൻ ഘടകം? നിങ്ങൾ ട്രേഡ്സ് എടുക്കുന്നതല്ല മെയിൻ ഘടകം. നിങ്ങൾക്കത് എന്താ പറയാ, ഇന്നലെ വന്ന ലോസിൽ നിന്ന് അല്ലെങ്കിൽ ഇന്നത്തെ പ്രോഫിറ്റ് നിങ്ങൾക്ക് ഇന്ന് എടുക്കാൻ പറ്റിയ കൂട്ടിയെടുക്കണം എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഈ തെറ്റ് വരുന്നത്. അതേ സമയത്ത് നമ്മളൊരു റോള് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു സെറ്റപ്പിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാ, കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഇൻകം കിട്ടും. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് പ്രശ്നം? എല്ലാവരും, നിങ്ങൾ ഒരുവിധപ്പെട്ട എല്ലാവരും പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്. യെസ് ഓർണോ പറഞ്ഞേ. ഇതിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും പ്രോഫിറ്റ് എടുക്കും, ഡെയിലിയിൽ പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മന്ത്ലിയിൽ പ്രോഫിറ്റ് ആവണില്ല. എല്ലാവരും എടുക്കുന്നുണ്ട്, ഒരാളും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ഒരാളും പ്രോഫിറ്റ് എടുക്കാത്ത ഒരു ട്രേഡ് ഉണ്ട്. എല്ലാ ട്രേഡും 100% ട്രേഡ്സ് നിങ്ങൾ ലോസ് പോയ ആൾക്കാരില്ല. നിങ്ങൾ എല്ലാവരും നിങ്ങൾ പറഞ്ഞ ഈ 1000, 2000 ഒക്കെ നിങ്ങൾ 10,000, 20,000 ഒക്കെ നിങ്ങൾ എടുത്തിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് 12 വർഷവും 3 വർഷവും 4 വർഷവും ഒക്കെ ഈ ഒരു ഇതിൽ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. മനസ്സിലായില്ലേ? കുറച്ചൊക്കെ പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എല്ലാവർക്കും കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു മാസത്തിൽ നമുക്ക് കിട്ടണില്ല. എനിക്കൊരു മാസം ഒരു എന്താ പറയാ 10,000 രൂപ ഉണ്ട്, അതിന്റെ ഒരു 20% എനിക്ക് കിട്ടണില്ല. നിങ്ങൾക്ക് ഒരു മാസത്തിൽ നിങ്ങൾ ക്യാപിറ്റലിന്റെ എത്ര പെർസെന്റേജ് നിങ്ങൾക്ക് വേണം ഒന്ന് പറയാമോ? നിങ്ങളെ ക്യാപിറ്റലിന്റെ എത്ര ആയിക്കോട്ടെ, ക്യാപിറ്റൽ എന്തോ ആയിക്കോട്ടെ, 10,000 ആയിക്കോട്ടെ, 10 ലക്ഷം ആയിക്കോട്ടെ, 1 കോടി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങൾ ക്യാപിറ്റൽ ഡിപ്ലോയിഡിൽ എത്ര പെർസെന്റേജ് ഒരു മാസം വേണം? 8 to 10%. അവിടെ വീണ്ടും കുറഞ്ഞു പോയാ പ്രശാന്ത് 8 to 10%. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കൂടെ നിങ്ങളെ കാൽക്കുലേഷനിൽ എവിടെ തെറ്റുന്നുള്ളത്? ഒരു ദിവസത്തില് ചെറിയ ക്യാപിറ്റൽ ആയിക്കോട്ടെ, വലിയ ക്യാപിറ്റൽ ആയിക്കോട്ടെ, നിങ്ങൾക്ക് 1% മിനിമം വേണം. മനസ്സിലായില്ലേ? 1%, 5% ഒക്കെ പറഞ്ഞു. പക്ഷെ മന്ത്ലിയിലേക്ക് എടുത്തപ്പോഴേക്ക് നമുക്ക് 2%, 8%, 10%-ലേക്ക് പോയി. കാരണം ഒരു 1% നമ്മൾ ഒരു ദിവസത്തിൽ ഇരുത്താൽ തന്നെ 20% ആയി ഒരു മാസത്തിൽ. മനസ്സിലായി? അത് നമുക്ക് റിയലൈസ് ചെയ്ത് കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇതിങ്ങനെ എന്താ പറയാ, നിങ്ങളെ പ്രോഫിറ്റിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട പ്രോഫിറ്റിൽ നിങ്ങൾ ഫിക്സ്ഡ് അല്ല. നിങ്ങളെ കോൺസെൻട്രേഷൻ ഇല്ല. കോൺസെൻട്രേഷൻ പരതി കിടക്കുകയാണ്. നമുക്ക് 8 വേണോ, 10 വേണോ, 1 വേണോ, 2 വേണോ എന്ന് നിങ്ങൾക്ക് തന്നെ നിശ്ചയമില്ല. മനസ്സിലായില്ലേ? അതാണ് നമ്മളെ പ്രശ്നം. മനസ്സിലായില്ലേ? അവിടെയാണ് നിങ്ങൾ എല്ലാവരും തെറ്റുവരുന്നത്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നിങ്ങൾക്ക് എന്താ പറയാ, SL ഓൾസോ കമ്മി. അത് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് SL ഒരിക്കലും ലോസ് അല്ല. SL ലോസ് ആണോ? ലോസ് അല്ലേ? SL ലോസ് ആണോ ഓർ ലോസ് അല്ലേ? നോട്ട് എ ലോസ്. എന്തോന്ന് പറഞ്ഞേ, നിങ്ങൾ പറഞ്ഞേ. SL ലോസ് ആണോ ലോസ് അല്ലേ? പറ. അടുത്ത നിങ്ങളെ തോട്ടസ് ഞാനിപ്പോ എന്താ പറയുക ശരിയാക്കി തരാം. ഇറ്റ്സ് എ പാർട്ട് ഓഫ് റിസ്ക് മാനേജ്മെന്റ്. ഓക്കെ, SL ഇസ് നോട്ട് ലോസ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോ നേരത്തെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായില്ലേ എനിക്ക്, SL ഓൾസോ കമ്മിങ്. മനസ്സിലായില്ലേ? അതന്നെ, SL വരും, വരാതിരിക്കൂല. നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് വെക്കുമ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് കുറച്ച് സാധനങ്ങൾ കളയും. ഒരു ഹോട്ടൽ നടത്തുമ്പോൾ നമുക്ക് ഇന്ന് ചിലപ്പോൾ എന്താ പറയുക, കുറച്ച് പൊറോട്ട ചീത്തായി പോകും, ചെലവാവാതെ നമുക്ക് കളയേണ്ടി വരും. അതൊരിക്കലും SL അല്ല. അത് SL നമുക്ക് ലോസ് അല്ല. അതൊരു പാർട്ട് ഓഫ് ഗെയിമാണ്. അവിടെ നമ്മൾ SLനെ നമ്മൾ കണക്കൂട്ടി കൂട്ടി കിഴിച്ചും നമ്മൾ അവിടെ ഒരു കാൽക്കുലേഷൻ നമ്മൾ മൈൻഡിൽ തന്നെ നമ്മൾ എടുത്ത് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്കൊരു മാസം നമുക്ക് കിട്ടുന്നത്. ഈ പൊറോട്ട ആയിക്കോട്ടെ, എക്സ്പയറി കഴിഞ്ഞ സാധനങ്ങളായിക്കോട്ടെ, ഇതെല്ലാം കളഞ്ഞിട്ടാണ് നമുക്കൊരു മാസം ഒരു വരുമാനം കിട്ടണത്. അപ്പൊ എന്താണ്? SL ഇസ് എ പാർട്ട് ഓഫ് ഗെയിം. അത് ഏത് ബിസിനസ്സിലും നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞിട്ട് SL പറയുന്നു. പക്ഷെ മറ്റു ബിസിനസ്സുകളിൽ നമുക്കത് വേസ്റ്റേജ് ആവുന്നു, അല്ലെങ്കിൽ നമുക്ക് എക്സ്പയറി കഴിയുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്താൽ ഇപ്പൊ വേറെ എന്തെങ്കിലും രീതികളിൽ മാറി വരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് നമുക്ക് പറയുന്നത്. എല്ലായിടത്തും നമുക്ക് ഈ SL ഉണ്ട്. SL നമ്മൾ ട്രേഡിംഗിൽ മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ എല്ലാ ബിസിനസ്സിലും SL ഉണ്ട്. ബിസിനസ് ആയിക്കോട്ടെ, ഈവൻ ജോബിലായിക്കോട്ടെ SL ഉണ്ട് നമുക്ക്. മനസ്സിലായില്ലേ? നമുക്ക് ഒരാഴ്ച വയ്യാതെ പനി പിടിച്ച് നമുക്ക് ക്യാഷ്വൽ ലീവ് ഒന്നല്ലേ ഉള്ളൂ.
പിന്നെ സിക്ക് ലീവ് നമുക്ക് ഒരു 3 ദിവസം എടുക്കും. ഒരാഴ്ച നമുക്ക് വയ്യാതായി, നമുക്ക് വയ്യാതെ, നമ്മളെല്ലാ ഫാമിലിയിലുള്ള എല്ലാ ആൾക്കാർക്ക് വയ്യാതായി, മക്കൾക്ക് വയ്യാതായി, ഇതിനൊക്കെ വരുമ്പോൾ നമുക്ക് ഒരാഴ്ച ചിലപ്പോൾ ലീവ് എടുക്കേണ്ടി വരും. അപ്പൊ ലോസ് ഓഫ് പേ അവിടെ എസ് എൽ സംഭവിച്ചു. അത് ഒരു പാർട്ട് ഓഫ് ഗെയിമാണ്. അത് മനസ്സിലായി, നമ്മുടെ ലൈഫിന്റെ പാർട്ട് ഓഫ് ഗെയിമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും എസ് എല് പേടിച്ചിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാതിരുന്നിട്ട് ഒരു കാര്യമില്ല. പക്ഷെ എസ് എല് നിങ്ങൾ ഒരിക്കലും മാറ്റാൻ പാടില്ല. ഇന്ന് നിങ്ങളൊരു ഒരു ഹോട്ടൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളൊരു ഫുഡ് ഐറ്റംസ്, പൊറോട്ട, നമുക്ക് ഓരോ തിങ്കളാഴ്ച എത്ര പൊറോട്ട ചിലവാകും, അല്ലെങ്കിൽ എത്ര ഫുഡ് ഐറ്റം ചിലവാകും, ഓരോ ദിവസത്തും നമ്മൾ ഒരാഴ്ച കഴിയുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യും. പിറ്റത്തെ ആഴ്ചയും സെയിം കഴിഞ്ഞ ആഴ്ച ചെയ്ത ക്വാണ്ടിറ്റി തന്നെ ഈ ആഴ്ച നമ്മൾ ചെയ്യൂല. കാരണം കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കി, അതേപോലെ ഒരു 3-4 ആഴ്ചകൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ ഒരു ആഴ്ചക്കുള്ള മെനു ക്വാണ്ടിറ്റി ഉണ്ടാകും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്താ പറയുക ബിസിനസ് ചെയ്യുന്നത്. അത് എന്ത് ബിസിനസ് ആയിക്കോട്ടെ, മനസ്സിലായില്ലേ, ഏത് ബിസിനസ് ആയിക്കോട്ടെ, അങ്ങനെ നമ്മൾ ബിസിനസ് നമ്മൾ ഓറിയന്റ് ചെയ്യുന്നത് ഒരു മാസം കഴിയുമ്പോൾ. അതാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു എത്ര പെർസെന്റേജ് കിട്ടി, അതിനകത്ത് എത്ര സ്റ്റോപ്പ് ലോസ് അടിച്ച്, അല്ലെങ്കിൽ എത്ര ടാർഗറ്റ് കിട്ടി, എത്ര ട്രേഡ്സ് നിങ്ങൾ മൊത്തത്തിൽ ചെയ്ത്, ഏത് സെറ്റപ്പിൽ നിന്ന് നിങ്ങൾ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, ഏതെങ്കിലും കോൺസ്റ്റന്റ് ആയിട്ടുള്ള സെറ്റപ്പാണ് നിങ്ങൾ ചെയ്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒരു മാസം കഴിയുമ്പോൾ അനലൈസ് ചെയ്യണം. ഇപ്പൊ എന്റെ കയ്യിൽ നിന്നൊരു സ്ട്രാറ്റജി പഠിക്കുന്നുണ്ടെങ്കിൽ ആ സ്ട്രാറ്റജിയിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം മാറ്റം വരുത്തിയിട്ടുണ്ടോ നോക്കണം. മാറ്റം വരുത്താതെയാണ് നിങ്ങൾക്ക് ഒരു 10% ഒരു മാസം കിട്ടിയെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, 10% എനിക്ക് എന്താ റിയലൈസ് ചെയ്തു. ആ സമയത്ത് മാറ്റം വരുത്തിയത് കൊണ്ടാണ് എന്റെ 10% ആയത്, അല്ലെങ്കിൽ എനിക്ക് 20% ആവുമായിരുന്നു എന്നുണ്ടെങ്കിൽ അതൊരു എന്താ പറയാ അവയർനെസ് ആണ്. നമ്മളത് നോട്ട് ചെയ്ത് വെക്കണം. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് നമ്മൾ ട്രേഡിങ്ങും ബിസിനസ്സും നമ്മൾ ഒരേപോലെയാണ് കണക്കുന്നത്. ഒരിക്കലും ട്രേഡിങ്ങിൽ വലിയ എമൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല നടക്കുന്നത്. ബിസിനസ് എങ്ങനെ ചെയ്യണോ അതിനേക്കാൾ കുറച്ചുകൂടി ഫാസ്റ്റർ ആയിരിക്കും ഇവിടുത്തെ ഒരു സംഭവം ട്രേഡിങ്. ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ വെക്കണം. അപ്പൊ ഇത് എന്താണ് എസ് എൽ എന്താണ്? ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗെയിം. എസ് എൽ അടിച്ചത് കൊണ്ട് ഒരിക്കലും നിങ്ങൾ എന്താ പറയാ ഒരു മന്ത്ലി ഇൻകത്തിൽ ജനറേഷനിൽ കുറയണമെന്നില്ല. മനസ്സിലായില്ലേ? എസ് എൽ അടിച്ചെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്താ പറയാ വിഷമിക്കേണ്ട ആവശ്യമില്ല. എസ് എൽ അടിച്ച് ചിലപ്പോൾ അവിടുന്ന് തിരിച്ച് ടാർഗറ്റ് പോയിണ്ടാവും, വിഷമം ഉണ്ടാവും. പക്ഷെ എസ് എൽ അടിച്ച് തിരിച്ച് താഴോട്ട് തന്നെ പോയിരുന്നെങ്കിൽ സന്തോഷം വരും. എസ് ഓർണോ? എസ് ഓർണോ? അതാ ഇൻഷുറൻസ് പറഞ്ഞില്ലേ, അതേപോലെ തന്നെയാണ് ഇൻഷുറൻസ്. അതേപോലൊക്കെ എക്സാമ്പിൾ എനിക്ക് ഗിരീഷ് പറഞ്ഞാണത്. അല്ല എസ് ഓർണോ അല്ലേ? നമ്മൾ എസ് എൽ അടിച്ച് റിട്ടേൺ പോയി കഴിഞ്ഞാൽ വിഷമം ഉണ്ടാവും. പക്ഷെ എസ് എൽ അടിച്ച് താഴത്തേക്ക് തന്നെ നമുക്ക് എന്താ പറയുക ലോസിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാവും. അല്ലേ? എസ് ഓർണോ? ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ. അപ്പൊ മനസ്സിലായില്ലേ നിങ്ങളെ തോട്ട് പ്രോസസ്? നമ്മൾ എസ് എല്ലിൽ ഒരിക്കലും നമ്മൾ എന്താ പറയാ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു കറക്റ്റ് ഒരു വ്യൂ ഉണ്ട്. കറക്റ്റ് ആയിട്ട് ഒരു നിങ്ങൾക്ക് എന്താ പറയുക ഒരു സ്ട്രിക്റ്റ് റൂൾസ് ഉണ്ട്. കറക്റ്റ് ആയിട്ട് നിങ്ങളൊരു ട്രിഗേർഡ് ഒരു കോൺസെപ്റ്റിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ് എല്ലിൽ പേടിക്കേണ്ട ആവശ്യമില്ല. അതേ സമയത്ത് നിങ്ങൾക്ക് യാതൊരു റൂൾസും ഇല്ല, തോന്നിയോർത്ത് എടുക്കുകയാണ്, തോന്നിയോർത്ത് വിടുകയാണ് എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ എസ് എല്ല് നിങ്ങളെ ഇല്ലാതാകും. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പൊ നമുക്ക് നമ്മളെ സ്ട്രാറ്റജിയിലേക്ക് കിടക്കാം. നമ്മൾ പഠിക്കാൻ പോണത് പാർട്ട് 2. അതിൽ തന്നെ 2 സെറ്റപ്പാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. 2 ട്രേഡിംഗ് സെറ്റപ്സ്. ഓക്കെ. അപ്പൊ പാർട്ട് 2 നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? നമുക്കൊരു ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ഇത് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ, ഇപ്പൊ പാർട്ട് 2 നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് എന്താണ് ഫണ്ടമെന്റൽസ്, അനാലിസിസ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. ഒരു ചെറിയൊരു അനാലിസിസ് വേണം. അത് ഞാൻ പറയാം എന്താണ് അനാലിസിസ് എന്നുള്ളത്. അനാലിസിസ് വേണം. അതേപോലെ തന്നെ നമുക്ക് എന്താണ് ടൈം ഫ്രെയിം വേണം. ടൈം ഫ്രെയിം വേണം. അതേപോലെ തന്നെ നമുക്ക് എന്താണ് ടൈം ഫ്രെയിം വേണം. അതേപോലെ തന്നെ നമുക്കൊരു എൻട്രി ലെവൽ വേണം. അതേപോലെ തന്നെ നമുക്ക് എൻട്രി ലെവൽ കഴിഞ്ഞാൽ എന്ത് വേണം? എസ് എൽ ആൻഡ് ടാർഗറ്റ്. വേറെ എന്തെങ്കിലും വേണം നിങ്ങൾക്ക്? ഒരു സ്ട്രാറ്റജിക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു. അത് നമ്മുടെ സ്ട്രാറ്റജിയിൽ വേണം വേണ്ടത് ഞാൻ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യേണ്ടതുണ്ടോ? എന്തൊക്കെ പറയാം. ഓക്കെ.
അപ്പൊ നമ്മള് അനാലിസിസില് നമുക്ക് എന്താണ് ഒരു ചെറിയൊരു അനാലിസിസ് ഉണ്ട്. അനാലിസിസിന് വേണ്ടി നമുക്കൊരു ഇൻഡിക്കേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ആ ഇൻഡിക്കേറ്ററിന്റെ പേര് ബോളിഞ്ചർ ബാൻഡ്. ബൊലിഞ്ചർ ബാൻഡ് എന്നാണ് ഇൻഡിക്കേറ്ററിന്റെ പേര്. ആരെങ്കിലും ബൊലിഞ്ചർ ബാൻഡ് വർക്ക് ചെയ്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ബൊലിഞ്ചർ ബാൻഡിൽ നിങ്ങൾ ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കിയ ആരെങ്കിലും ഉണ്ടോ? യൂസ് ചെയ്ത ആൾക്കാരുണ്ടോ? യെസ് ഓർ നോ എന്ന് ടൈപ്പ് ചെയ്തേ. ആരെങ്കിലും ബൊലിഞ്ചർ ബാൻഡ് യൂസ് ചെയ്ത ആൾക്കാരുണ്ടോ? പ്രശാന്ത് നോ, മിത്ര യെസ്, ഓക്കെ. വേറെ ആരെങ്കിലും യെസ് ഓർ നോ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തോ, സ്പീഡ് ആവട്ടെ. സുബിത്ത് അല്ലേ? ഓക്കെ, സുബിത്ത് നോ. പിന്നെ അരുൺകുമാർ നോ. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും എന്താ പറയാ നോ ആണ് എന്ന് തോന്നുന്നു. ആരെങ്കിലും വേറെ ആരെങ്കിലും യെസ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ. ബോളിഞ്ചർ ബാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറയാം ബോളിഞ്ചർ ബാൻഡ് എന്താണ്. അതിനുശേഷം നമുക്ക് ടൈം ഫ്രെയിം വേണ്ടത് 5 മിനിറ്റ്സ്. ഇത്രയും നമുക്ക് മതി. വേറെ നമുക്ക് എന്താ പറയാ സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കണ്ട, പാറ്റേൺസ് നോക്കണ്ട, ഫണ്ടമെന്റൽസ് നോക്കണ്ട, ടെക്നിക്കൽ അനാലിസിസ് ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് എന്താ പറയാ ഇപ്പൊ ബൈസ് എത്ര ഉണ്ട്, ഈ ഇപ്പോഴത്തെ ക്യാൻഡില് എത്ര വോളി ഉണ്ട്, എത്ര മൊമെന്റ് ഉണ്ട്, ഇതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. എല്ലാം ഈ ഒരൊറ്റ റൂളില് നമ്മളിവിടെ റൂൾ ഉണ്ട്. ആ റൂളില് നിങ്ങൾക്ക് എല്ലാം ചെയ്യാം. റൂള് പ്രകാരം ട്രേഡ് ചെയ്യുക, SL വെക്കുക, ടാർഗറ്റ് വെക്കുക. ദാറ്റ്സ് ഇറ്റ്. അത്രയും സിമ്പിൾ ആയിട്ടാണ് നമ്മൾ വരുന്നത്, നമ്മൾ ചെയ്യുന്നത്. കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള പരിപാടികളൊന്നുമില്ല. നിങ്ങൾ ഓരോരുത്തരും ഇപ്പൊ ഈ ഒരു നമ്മൾ നോർമലി ഫണ്ടമെന്റൽസും സെല്ല അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും ഇപ്പൊ നമ്മളുള്ള 15 ആൾക്കാരുണ്ടെങ്കിൽ 15 ആൾക്കാരും 15 സ്റ്റൈലിലായിരിക്കും ചെയ്യേണ്ടാവുക. പക്ഷെ എന്റെ ഈ സ്ട്രാറ്റജി 15 ആൾക്കാരും ഒരേ സ്റ്റൈലിലായിരിക്കും ചെയ്യേണ്ടാവുക. ഏതായിരിക്കും നല്ലത്? ഞാനൊരു സ്ട്രാറ്റജി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുമ്പോൾ 15 ആൾക്കാരും 15 രീതി ചെയ്യണതാണോ നല്ലത്, അല്ല 15 ആൾക്കാരും നമ്മൾ എന്താ പറയുക ഒരേപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത്? ആദ്യത്തത് വേണോ രണ്ടാമത്തത് വേണോ എന്ന് പറയാം. 1 or 2 ആയി ടൈപ്പ് ചെയ്താൽ മതി. ആദ്യത്തെ ആണെന്നുണ്ടെങ്കിൽ 15 ആൾക്കാരും 15 രീതി ചെയ്യണതാണ് നല്ലത്. അല്ല ഒരേ സ്ട്രാറ്റജി പഠിപ്പിക്കുമ്പോൾ 15 ആൾക്കാർക്കും 15 രീതിയിലാവാതെ എല്ലാവരും ഒരേ രീതി ആവണമാണ് നല്ലത്. 1 ആണോ 2 ആണോ? 2. പ്രവീൺ 2 പറഞ്ഞിട്ടുണ്ട്. ഒരേ രീതിയിലാവണമാണ് നല്ലത്. എല്ലാവരും 2 പറഞ്ഞേക്കുന്നത്. ബദറുദ്ദീൻ 1 പറഞ്ഞു. 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 ആൾക്കാരും 15 രീതിയിൽ ആവാൻ ഒരു സ്ട്രാറ്റജി പഠിച്ചിട്ട് 15 ആൾക്കാരും 15 രീതിയിൽ തന്നെ ആവണതാണോ നല്ലത്, അല്ല 15 ആൾക്കാരും ഒരേപോലെ ട്രേഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് ഞാൻ ചോദിച്ചത്. ബദറുദ്ദീൻ 1 ടൈപ്പ് ചെയ്തു. ഓക്കെ, എന്തോ ആയിക്കോട്ടെ, ഓരോരുത്തരുടെ സജഷൻസ് ആണ്. ഓക്കെ, അപ്പോ ഞാൻ അതിന്റെ പോലെ ഒരു തോട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. നമ്മൾ ഫണ്ടമെന്റൽസ് അതേപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ 15 ആൾക്കാരും 15 രീതിയിലായിരിക്കും ചെയ്യേണ്ടാവുക. ഞാനൊരു ചാർട്ട് കാണുമ്പോൾ ചാർട്ട് വരക്കണതും പാറ്റേൺസ് വരക്കണതും നിങ്ങൾ 15 ആൾക്കാർ സെയിം ചാർട്ടിൽ തന്നെ സെയിം ടൈം ഫ്രെയിമിൽ പാറ്റേൺസ് വരച്ചു കഴിഞ്ഞാൽ 15 ലെവലിലായിരിക്കും ഉണ്ടാവുക. നമ്മളെ തോട്ട് 15 പേർക്കും 15 രീതിയിലായതുകൊണ്ട് നമ്മളെ വ്യൂവും 15 രീതിയിലായിരിക്കും. 15 രീതിയിലായിരിക്കും. അത് തന്നെ ചിലപ്പോ 1-2 രീതിയിലുള്ള ആൾക്കാർക്കായിരിക്കും ടാർഗറ്റ് അടിക്കുക, ബാക്കി 13 ആൾക്കാർക്കും സ്റ്റോപ്പ് ലോസ് അടിക്കും ഒരു സ്ട്രാറ്റജി പഠിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇപ്പോ നമ്മൾ എല്ലാ 15 ആൾക്കാരും ഒരേപോലെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഒരേ സ്ഥലത്തിരുന്ന് ഒരേപോലെ തന്നെ ട്രേഡ് ചെയ്യുമെങ്കിലും എന്താ പറയാ ചെയ്യുമ്പോൾ നമുക്ക് ഒരേ രീതിയിൽ തന്നെ എൻട്രിയിലായിരിക്കും കിട്ടും. ആ ഒരു സ്ട്രാറ്റജിയാണ് നമുക്ക് സിംപ്ലസ്റ്റ് സ്ട്രാറ്റജി. അല്ലെങ്കിൽ നമ്മളെ കൂടെ ഉള്ള ഇപ്പൊ നിങ്ങളെ കൂടെ ഉള്ള ബാക്കി 2 ആൾക്കാര് വിന്നാവും, 13 ആൾക്കാര് ഔട്ടാവും. അതാണ് ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഫണ്ടമെന്റൽസ് അതേപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസ് അതേപോലെ തന്നെ ബാക്കി നിങ്ങൾ എന്തൊക്കെ റെസിസ്റ്റൻസ് അപ്പോൺസ് പാറ്റേൺസ് എന്തോ ആയിക്കോട്ടെ, ഇത് വെച്ച് വരക്കുമ്പോൾ 15 ആൾക്കാരും 15 രീതിയിൽ വരക്കാം. നിങ്ങൾ വേറെ നിങ്ങളുടെ ഫ്രണ്ട്സിന് അടുത്ത് വെച്ചിട്ട് നിങ്ങൾ കാണാതെ 3 ലാപ്ടോപ്പ് വെച്ചിട്ട് നിങ്ങൾ പാറ്റേൺസ് വരക്കാൻ നോക്കുക. 3 പേരും ഡിഫറെന്റ് ആയിരിക്കും, 3 പേരും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നമ്മൾ സ്ട്രാറ്റജി പഠിക്കുമ്പോൾ എല്ലാവർക്കും ഒരേ തോട്ട് പ്രോസസ്, ഒരേ ചാനൽസ്. നമ്മളെ ചാനൽ വലുതായി കഴിഞ്ഞാൽ പക്ഷെ ഒരു പൈപ്പ് ചെറിയ പൈപ്പിൽ നിന്ന് നമുക്ക് വലിയ പൈപ്പിലേക്കാണ്ട് വരുമ്പോൾ ഒരു കുഴപ്പമില്ല. അതേ സമയത്ത് വലിയ പൈപ്പിൽ നിന്ന് ചെറിയ പൈപ്പിലേക്ക് വരുമ്പോൾ
നമുക്ക് എന്താണ് വെള്ളം കുറച്ചേ വരുള്ളൂ. അതേ സമയത്ത് വലിയ പൈപ്പിൽ നിന്ന് ചെറിയ പൈപ്പിൽ നിന്ന് വലിയ പൈപ്പിലേക്ക് പോകുമ്പോൾ കുറെ വെള്ളം പോകും. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളെ ചാനല് എപ്പോഴും നാരോ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക പ്രോപ്പർ ആയിട്ട് പോകാൻ പറ്റും. അത് നമുക്ക് വലിയ പൈപ്പാണെന്നുണ്ടെങ്കിൽ സ്കാറ്റേർഡ് ആയിട്ട് നമുക്ക് പലയിടത്തൊക്കെ ആയിട്ട് പോകും നമ്മളെ ചിന്തകളും കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളെ തോട്ട് നാരോ ആക്കാം. ആ നാരോ ആക്കലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പൊ നാരോ ആകുമ്പോൾ നിങ്ങൾ 15 ആൾക്കാർ ഇത് പഠിച്ചു കഴിഞ്ഞാൽ 15 ആൾക്കാർ ഒരേ പേജിലായിരിക്കും ഒരേ ട്രേഡ്സ് ആയിരിക്കും കൊടുക്കണ്ടാവുക. ഒരു വ്യത്യാസം വരാൻ പാടില്ല. ഓക്കെ, ക്ലിയർ ആയില്ലേ? അത് കഴിയുമ്പോൾ നമുക്ക് എൻട്രി ലെവലും SL ലൈനും നമുക്ക് ടാർഗറ്റും പഠിക്കാം. അപ്പൊ അത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായുള്ള ബോളിഞ്ചർ ബാൻഡ് എന്താ നമുക്ക് നോക്കാം. ബോളിഞ്ചർ ബാൻഡ് എന്താ നോക്കാം. ബോളിഞ്ചർ ബാൻഡ് എന്ന് പറയുമ്പോൾ ഇതൊരു ഒരു ബാൻഡാണ്. ബാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കയ്യിലൊക്കെ കെട്ടുന്ന ഒരു ബാൻഡ്. നമ്മൾ കയ്യിൽ കെട്ടുമ്പോൾ ബാൻഡ് എന്താണ്? നമ്മളെ കയ്യിനെ കവർ ചെയ്തിട്ടാണ്. ഇപ്പൊ വാച്ച് നമ്മൾ കെട്ടും. വാച്ച് ഒരു ബാൻഡായിട്ട് നമുക്ക് കണക്കായിക്കും. അപ്പൊ വാച്ച് നമ്മൾ കെട്ടുമ്പോൾ എന്താണ്? കയ്യിൽ ചുറ്റിയാണ് കെട്ടുന്നത്. അല്ലാതെ ഇതിന്റെ ഇടയിൽ കൂടെ നമ്മൾ കൈയിന്റെ ഇടയിൽ കൂടെ ഹാഫ് എടുത്ത് കെട്ടി അങ്ങനെ ഒന്നല്ല വരാം. കയ്യിനെ ചുറ്റി നിൽക്കാൻ. അതേപോലെ തന്നെ ഒരിക്കലും നമ്മൾ ഈ വാച്ച് ആണോ നമ്മളെ കയ്യിന്റെ വണ്ണം നിശ്ചയിക്കുന്നത്? അല്ലല്ലോ. നമ്മളെ വണ്ണത്തിനനുസരിച്ചാണല്ലോ നമ്മളെ വാച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ആരെങ്കിലും വാച്ചിനനുസരിച്ച് കൈ അഡ്ജസ്റ്റ് ചെയ്യാറില്ലല്ലോ. അതേപോലെ തന്നെ ഈ ബാൻഡ് നമ്മളെ മാർക്കറ്റ് മൂവ്മെന്റ് അനുസരിച്ചിട്ട് ഈ ബാൻഡ് ഇങ്ങനെ അതിന്റെ ഔട്ടറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആ മൂവ്മെന്റ്സിനനുസരിച്ച് ഔട്ടറിലാണ് പോയിക്കൊണ്ടിരിക്കുക. അതിന്റെ ആ കാൻഡിൽസ് എങ്ങോട്ട് മൂവ് ചെയ്യണോ അതിനപ്പോ ഒരിക്കലും ബാൻഡ് മാർക്കറ്റിനെ മൂവ് ചെയ്യില്ല. മാർക്കറ്റ് മൂവ്മെന്റ് അനുസരിച്ചിട്ട് ബാൻഡ് ഔട്ടറിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതിന്റെ മനസ്സിലായി? അതാണ് പറയുക. അപ്പൊ ഇതിന് എന്താണ് ബാൻഡ്? നമുക്കൊരു 3 ലൈൻ ഉണ്ടാവും ബാൻഡിൽ. ഈ ബോളിഞ്ചർ ബാൻഡിൽ നമുക്കൊരു 3 ലൈൻ ഉണ്ടാവും. സ്ട്രേറ്റ് ഒന്നല്ല, പല രീതിയിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഒരു ലൈൻ വരച്ചിട്ടുള്ളൂ. 3 ലൈൻ ഉണ്ടാവും ബോളിഞ്ചർ ബാൻഡിൽ. നമ്മൾ പറഞ്ഞ വെച്ചാൽ ഇതിന് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയും, ഇതിന് നമ്മൾ സപ്പോർട്ട് എന്ന് പറയും, ഇതിന് നമ്മൾ പിവറ്റ് എന്ന് പറയും. പിവറ്റ് ഇതാണ് ബാൻഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എല്ലാവരും. നമ്മൾ പക്ഷെ ഇതിനെ ജസ്റ്റ് ചെറിയൊരു മാറ്റത്തിൽ നമ്മൾ ഇതിന്റെ റെസിസ്റ്റൻസ് പറയും, ഇതിന് സപ്പോർട്ട് എന്ന് പറയും. അതേപോലെ തന്നെ മിഡിൽ ലൈൻ നമ്മൾ ട്രെൻഡ് എന്ന് പറയും. ഞാൻ ട്രെൻഡ് എന്ന് പറയും. കാരണം എന്റെ ഈ 6 സെറ്റപ്പിലും ഈ ഒരു ലൈൻ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്താണ് ട്രെൻഡ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നടുക്കത്തെ ലൈൻ നമ്മൾ ട്രെൻഡ് ലൈൻ എന്ന് പറയും. ഓക്കെ, മുകളത്തെ താഴത്തെ നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റന്റ് നമുക്ക് എന്ത് വേണമെങ്കിലും നോക്കാം. കളർ ഇതിന്റെ സ്പെസിഫിക് കളർ ഒന്നുമില്ല. നിലവിൽ ബൈ ഡിഫോൾട്ട് ഇവനൊരു ബ്ലൂ കളർ ആയിരിക്കും, ഇവനൊരു ബ്ലൂ കളർ ആയിരിക്കും. ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ബ്ലൂ കളർ ആയിരിക്കും, ഇവന് നമുക്കൊരു ഓറഞ്ച് കളർ ആയിരിക്കും കളറ്. ബാക്കി ഒന്നുമില്ല, ബൈ ഡിഫോൾട്ട് വരുന്ന അതേപോലെ തന്നെ എടുക്കാം. നമുക്കൊന്ന് ചെയ്യേണ്ട ആവശ്യം. അപ്പൊ നമുക്കൊന്ന് ബോളിഞ്ചർ ബാൻഡ് നമുക്കൊന്ന് ചാർട്ടിൽ പോയി നോക്കാം എങ്ങനെയാണ് ബോളിഞ്ചർ ബാൻഡ് ഇരിക്കുന്നത്. കാരണം പലരും ബോളിഞ്ചർ ബാൻഡ് കണ്ടിട്ടില്ല. അപ്പൊ ബോളിഞ്ചർ ബാൻഡ് ചാർട്ടിൽ നമുക്ക് നോക്കിയിട്ട് എങ്ങനെയാണ് ഇരിക്കുന്നത് നോക്കാം. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്താ പറയുക, നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോം ഫോറക്സ് ചെയ്യാത്ത ആൾക്കാർക്ക് ഒരു പ്ലാറ്റ്ഫോം വേണ്ടി വരും. അവർക്ക് എന്താ പറയുക എക്സാമിന്റെ പ്ലാറ്റ്ഫോം നമുക്ക് ലിങ്ക് അയച്ചു തരാം. അതല്ല വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സെയിം പ്ലാറ്റ്ഫോം തന്നെ യൂസ് ചെയ്യാം. ആകെ നമുക്ക് അതിനകത്ത് വേണ്ടത് എന്താണ്? നമുക്ക് ഇതില് ഒരു ട്രേഡിംഗ് വ്യൂവിന്റെ ചാർട്ട് അവൈലബിൾ ആയിരിക്കും നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ. എന്നാൽ മാത്രമേ നമുക്ക് ഈ ബാൻഡ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. MT5 ആയിക്കോട്ടെ ഈ ബാൻഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ട്രേഡിംഗ് വ്യൂ ഇല്ലാത്ത ചാർട്ട് ആണെന്നുണ്ടെങ്കിൽ, ഇല്ലാത്ത പ്ലാറ്റ്ഫോം ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാർട്ടിലേക്ക് വേണ്ട ട്രേഡിംഗ് വ്യൂവിൽ പോയിട്ട് നിങ്ങൾക്ക് നോക്കി അവിടുന്ന് നിങ്ങൾ ചാർട്ട് നോക്കി പ്രൈസ് നോക്കി ഇവിടെ വരത്തില്ല. ഓക്കെ, അപ്പൊ ഇത് കണ്ടില്ലേ നിങ്ങൾക്ക്? ഇങ്ങനെ കണ്ട മുകളിലൊരു വര, താഴൊരു വര, നടുക്കൊരു ലൈൻ. അത് വേറെ 5 മിനിറ്റ് ക്യാൻഡിലാണ് ഇൻഡിക്കേറ്റർ എടുക്കാൻ വേണ്ടിയിട്ട് ഈ FX ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞൊരു എന്താ പറയാ ഇത് നോക്കി ഇവർ നിങ്ങൾ ജസ്റ്റ് ബോളിഞ്ചർ ബാൻഡ് എന്ന് വിളിക്കുക. BOLL കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് 3 ബാൻഡ് വരും. 3 ബാൻഡിൽ നിങ്ങൾക്ക് എന്താ പറയുക ഫസ്റ്റ് ബോളിഞ്ചർ ബാൻഡ്സ്, അത് കഴിഞ്ഞ് ബോളിഞ്ചർ ബാൻഡ്സ് %B, ബോളിഞ്ചർ ബാൻഡ്സ് വിഡ്ത്ത്. ഇതില് ബോളിഞ്ചർ ബാൻഡ് ഫസ്റ്റ് കാണുന്ന സാധനം നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. വേറെ ഒന്നും വേണ്ട. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഒന്നുകൂടി കാണിച്ചു തരാം. ഞാനിത് ഡിലീറ്റ് ചെയ്ത് നിലവിൽ ചാർട്ടിങ് ഡിലീറ്റ് ചെയ്ത് FX എടുത്ത് ബോളിഞ്ചർ ബാൻഡ് ഞാൻ ഒന്നും എന്താ പറയുക അതിനകത്ത് മാറ്റം വരുത്തുന്നില്ല. ജസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ബാൻഡ് വരും. അല്ല, നമ്മൾ മാർക്കറ്റ് എവിടെയൊക്കെ മൂവ് ചെയ്യണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ബാൻഡ് വലുതാവും ചെറുതാവും ചെയ്ത് അതിന്റെ ഔട്ടറിലേക്ക് പോകും. ഒരു ക്യാൻഡിൽ നമുക്ക് എന്താ പറയുക ആദ്യം ഒന്ന് ജസ്റ്റ് പോയാലും നമുക്ക് അത് തന്നെ കവർ ചെയ്ത് വരാനായിട്ടില്ലേ. നമുക്ക് എല്ലാം കവർ ചെയ്ത് വരും.
മനസ്സിലായി? അതാണ് ബാൻഡ്. നമ്മുടെ കയ്യിൽ കെട്ടുന്ന ബാൻഡ് നമ്മൾ ഉദ്ദേശിച്ചാൽ മതി. അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. മനസ്സിലായില്ലേ? നമ്മളെ വണ്ണം ഇതിനനുസരിച്ച് നമ്മൾ ബാൻഡ് അഡ്ജസ്റ്റ് ചെയ്യും, കൈയിന്റെ അനുസരിച്ച്. അപ്പൊ അതേപോലെ തന്നെ മാർക്കറ്റ് മൂവിനനുസരിച്ചിട്ട് ബാൻഡ് മൂവ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്യും. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ബോളിഞ്ചർ ബാൻഡ് എല്ലാവർക്കും അതിന്റെ റെപ്രസെന്റേഷൻ മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. അപ്പൊ നമുക്ക് എന്താണ് നമ്മളെ സ്ട്രാറ്റജിയിലേക്ക് എത്താം. ഇതാണ് ബോളിഞ്ചർ ബാൻഡ്. ബോളിഞ്ചർ ബാൻഡ് നമുക്ക് 3 ലൈൻ ഉണ്ട്. 3 ലൈൻ, മുകളിലത്തെ ലൈൻ നമ്മൾ റെസിസ്റ്റൻസ്, താഴത്തെ ലൈൻ നമ്മൾ സപ്പോർട്ട്, നടുക്കത്തെ ലൈൻ നമ്മൾ ട്രെൻഡ് ലൈൻ എന്ന് പറയും. ഓക്കെ. അപ്പൊ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ലോങ് പാരലൽ എന്താ പറയാ സെറ്റപ്പാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലോങ് പാരലൽ ട്രെയിനിങ് സെറ്റപ്പാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ലോങ് എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത്? ആ പേരിൽ തന്നെ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. ലോങ് എന്താണ്? ലോങ് എന്ന് വെച്ചാൽ നമ്മുടെ ട്രേഡിംഗിൽ ലോങ് എന്ന് വെച്ചാൽ എന്താണ് പറയുന്നത്? ഒന്ന് പറയുക ചാറ്റ് ബോക്സിൽ, അല്ലെങ്കിൽ മൺമുട്ട് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ. ഓക്കെ, ബൈ സൈഡ്. ഓക്കെ, ഗുഡ്. ബൈ സൈഡ്. അപ്പൊ ഇതെന്താണ്? ബൈ, ലോങ് ബൈ. ഇനി പാരലൽ എന്താണ്? പാരലൽ എന്ന് പറയുമ്പോൾ ഒരേപോലെ പോയിക്കൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? ഒരേപോലെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ബൈ ആണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് ബൈ എൻട്രി ആണ് വരുന്നത്. നമുക്ക് എന്താണ്? പാരലൽ എന്ന് പറയുമ്പോൾ ഒരേപോലെ പോകാം. അപ്പൊ അതിനർത്ഥം ബൈ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാരലൽ ആയിട്ട് നമ്മളെ 3 ലൈനും പാരലൽ ആയിട്ട് നിൽക്കണം. സ്കെയിലിൽ വരച്ച പാരലൽ അല്ല, ചെറിയൊരു ഫ്ലക്ച്വേഷൻ ഒക്കെ ഉണ്ടാവും. അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഏകദേശം കാണുമ്പോൾ ഒരു പാരലൽ ആവുന്നത്. ഇത് അത് എങ്ങനെ കാണണം, എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്നൊക്കെ നമ്മൾ ചാർട്ടിൽ പോയി പഠിക്കണ്ടാവും. ഓക്കെ. അപ്പൊ ഞാൻ 3 പാരലൽ ലൈൻസ് വരച്ചു. ഇതിൽ നമുക്ക് എന്താണ് കുറച്ച് കാൻഡിൽസ് നമുക്കൊന്ന് വരക്കാം. ഞാൻ പറഞ്ഞു കൺസോൾട്ടേഷൻ മാർക്കറ്റിലാണ് ഇത് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പൊ കൺസോൾട്ടേഷൻ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ സൈഡ് വൈസ് ആയിട്ട് പോകുന്ന ഒരു മാർക്കറ്റിനാണ് നമ്മൾ കൺസോൾട്ടേഷൻ മാർക്കറ്റ് എന്ന് പറയാം. ഓക്കെ. അപ്പൊ കൺസോൾട്ടേഷൻ മാർക്കറ്റിലാണ് നമ്മൾ ഈ ഒരു പാറ്റേൺസ് യൂസ് ചെയ്യുന്നത്. വോളറ്റൈൽ മാർക്കറ്റിൽ നമ്മൾ വേറെ മറ്റ് 4 പാറ്റേൺസ് ആണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് എന്താണ് കൺസോൾട്ടേഷൻ മാർക്കറ്റിലാണ് നമ്മൾ ഈ പാറ്റേൺസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്, ഇവിടെ ഞാൻ കാൻഡിൽസ് വരച്ചിരിക്കുന്നത് എന്താണ്? ഇവിടെ നമുക്ക് മുകളിലോട്ട് പോകണം, ഇവിടെ നമുക്ക് താഴോട്ട് വരണം, അത് കഴിഞ്ഞ് ഇവിടുന്ന് താഴോട്ട് പോകണം. ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. താഴെ മുകളിൽ ഏകദേശം ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങളുണ്ട്. വന്ന വിഷയം നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ നിൽക്കുന്നത്. അപ്പൊ ഇവിടെയാണ് നമുക്ക് ഇങ്ങനത്തെ റേഞ്ച് ഫോം ചെയ്യുമ്പോഴാണ്, നമുക്ക് പാരലൽ ലൈൻ ഫോം ചെയ്യുമ്പോഴാണ് നമുക്ക് ലോങ് പാരലൽ നമുക്ക് എക്സിക്യൂട്ട് ആവാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എവിടെയാണ് എൻട്രി എടുക്കുന്നത്? മാർക്കറ്റ് ഇങ്ങനെ മുകളിലോട്ട് പോയിട്ട് തിരിച്ച് താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഈ ലൈനിൽ നിന്ന് ടച്ച് ചെയ്ത് താഴത്തേക്ക് ഇറങ്ങി ഇത് ക്രോസ് ചെയ്ത് ഈ ലൈനിലേക്ക് എത്തണം. ഇവിടെ എത്തുമ്പോൾ നമുക്ക് 3 ടൈപ്പ് ഓഫ് മാർക്കറ്റ്സ് കാണാൻ പറ്റും. ഒന്ന് ഇവിടം വരെ ഈ ലൈനിൽ ടച്ച് ആവാതെ മുകളിലോട്ട് തിരിച്ചു പോകും. രണ്ടാമത്തത് ഈ ലൈനിൽ ടച്ച് ആയിട്ട് തിരിച്ചു പോകും. മൂന്നാമത്തത് ടച്ച് ആയിട്ട് താഴോട്ട് പോയിട്ട് ചിലപ്പോൾ താഴോട്ട് പോകും, ചിലപ്പോൾ തിരിച്ചു പോകും. ഈ 3 സംഭവങ്ങളിൽ ഇവിടെ നമുക്ക് പോസിബിലിറ്റി ആണല്ലോ ഉള്ളത് വരാൻ. വേറെ എന്തെങ്കിലും പോസിബിലിറ്റി ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ വന്ന് ടച്ച് ആവാതെ പോണ സിറ്റുവേഷനിൽ നമുക്ക് എൻട്രി ഇല്ല. അതേ സമയത്ത് ടച്ച് ചെയ്തിട്ട് മുകളിൽ പോകുന്ന സിറ്റുവേഷനിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കാം. മാർക്കറ്റ് ഓർഡർ ആണ് ഇവിടെ വരുന്നത്. മാർക്കറ്റ് ഓർഡർ ആണ് പ്ലേസ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? പ്ലേസ് മാർക്കറ്റ് ഓർഡർ ആണ്, നമ്മൾ പെൻഡിങ് ഓർഡർ അല്ല. ടച്ച് ചെയ്യുന്ന സമയത്ത് എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, പക്ഷെ എടുക്കാൻ കഴിയാറില്ല. പലപ്പോഴും മുകളിലോട്ട് കയറിപ്പോകും. അതിനുവേണ്ടി നമ്മളിപ്പോ എന്ത് ചെയ്യണം? ടച്ച് ചെയ്തിട്ട് ക്രോസ് ഓവർ നടന്ന് തിരിച്ചു കയറുന്ന സമയത്ത് വേണം എടുക്കാനായിട്ട്. എന്താണ് ഞാൻ എന്താ പറഞ്ഞത്? ഇവിടുന്ന് കാൻഡിൽസ് താഴോട്ട് വന്ന് നമ്മൾ ഈ ലൈന് നമ്മളെ RLLS അല്ല, സപ്പോർട്ട് ലൈന് ക്രോസ് ചെയ്തിട്ട് സെയിം കാൻഡിൽ തന്നെ തിരിച്ചു കയറുമ്പോൾ നമുക്ക് ഈ ലൈനിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് എൻട്രി എടുക്കാം. അതല്ല അടുത്ത കാൻഡിലാണെങ്കിൽ അടുത്ത കാൻഡിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാം. എന്താണ് ഞാൻ പറഞ്ഞത്? ക്രോസ് ചെയ്ത് താഴെ പോയിട്ട് സെയിം കാൻഡിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അപ്പോഴും നമുക്ക് എൻട്രി എടുക്കാം. അതല്ല ഇനി താഴെ പോയിട്ട് അടുത്ത കാൻഡിലാണ് തിരിച്ചു കയറിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്തും എൻട്രി എടുക്കാം. കാരണം 5 മിനിറ്റ്സിന്റെ കാൻഡിലാണ് നമ്മൾ 5 മിനിറ്റ്സിന്റെ
ടൈം ഫ്രെയിം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടൈം ഫ്രെയിം അത്ര യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ക്ലോസ് ഓവർ നടന്ന് അതിലൊരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യാം, ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യാം, അങ്ങനെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി ഒന്നും കിട്ടില്ല. അതുകൊണ്ടാണ് ഇത് വെക്കണം. നമുക്ക് എൻട്രി എടുത്തു കഴിഞ്ഞാൽ താഴോട്ട് പോയ സ്റ്റോപ്പ് ലോസ്, മുകളിലോട്ട് പോയ പ്രോഫിറ്റ്. മനസ്സിലായില്ല? അപ്പൊ അതുകൊണ്ടാണ് പാർട്ട് ഓഫ് ദ ഗെയിം ഞാൻ പറയാൻ കാരണം. സ്റ്റോപ്പ് ലോസ് നമ്മൾ പാർട്ട് ഓഫ് ദ ഗെയിം ആണ്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എൻട്രി പ്രൈസ് കിട്ടിയില്ലേ? എന്താണ് ബൈ എൻട്രി? ബൈ എൻട്രി എല്ലാവർക്കും മനസ്സിലായോ? നമുക്ക് ബൈ എൻട്രി എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആണോ എല്ലാവർക്കും ബൈ എൻട്രി? നമുക്ക് ഇവിടെ നിന്ന് ടച്ച് ചെയ്ത് ക്രോസ് ഓവർ നടന്ന് തിരിച്ചു കയറുമ്പോഴാണ് നമുക്ക് സെയിം ക്യാൻഡിൽ നിന്ന് തിരിച്ചു കയറുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. അതല്ല നെക്സ്റ്റ് ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ നമുക്ക് എൻട്രി എടുക്കാം. ക്ലിയർ ആയാലോ ബൈ എൻട്രി? ബൈ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വേണ്ടത്? സ്റ്റോപ്പ് ലോസ് ആണ് ആദ്യം നിങ്ങൾക്ക് വേണ്ടത്, ടാർഗറ്റ് ആണ് ആദ്യം നിങ്ങൾക്ക് വേണ്ടത്. ടൈപ്പ് ചെയ്തേ. സ്റ്റോപ്പ് ലോസ് ആണ് വേണ്ടതെങ്കിൽ സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് ആണ് വേണ്ടതെങ്കിൽ ടാർഗറ്റ്. പാർട്ട് ഓഫ് ഗെയിം ആണെന്ന് ഞാൻ പറഞ്ഞു, രണ്ടും നമുക്ക് വേണ്ടതാണ്. പക്ഷെ ആദ്യം നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ആണോ ടാർഗറ്റ് ആണോ? ഓക്കെ. ഗിരീഷ് സ്റ്റോപ്പ് ലോസ്, മിത്രൻ ടാർഗറ്റ്, ഹരിഹരൻ ടാർഗറ്റ്. ഓക്കെ. ബാക്കിയുള്ളവരൊക്കെ ഓക്കെ. ഓക്കെ. കുറച്ച് ആൾക്കാർക്ക് ടാർഗറ്റും കുറച്ച് ആൾക്കാർക്ക് സ്റ്റോപ്പ് ലോസും. ഓക്കെ. നമ്മളെ സ്ട്രാറ്റജി വെച്ച്, എന്റെ സ്ട്രാറ്റജി വെച്ചിട്ട് എനിക്ക് ആദ്യം പ്രിഫർ, ഞാൻ എന്താ പറയുക, ടാർഗറ്റ് ആണ്. കാരണം എന്റെ സ്ട്രാറ്റജിയിൽ എന്റെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചാൻസസ് ഉണ്ട് ടാർഗറ്റിലേക്ക് എത്താനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ പ്രിഫർ ചെയ്യുന്നത് ടാർഗറ്റ് ആണ്. നമുക്ക് സ്റ്റോപ്പ് ലോസിന് നമുക്ക് സമയമുണ്ട്. കാരണം അടിച്ച് കുത്തൻ അങ്ങനെയാണ് പോയിരുന്ന സ്റ്റോപ്പ് ലോസ് ഒന്നും ആവില്ല. എന്റെ സ്ട്രാറ്റജിയിൽ പ്രത്യേകത അതാണ്. എന്റെ ട്രേഡ്സും കാര്യങ്ങളെല്ലാം അങ്ങനത്തെ. അപ്പൊ സ്റ്റോപ്പ് ലോസിന് എനിക്ക് സമയമുണ്ട്, പക്ഷെ ടാർഗറ്റിന് എനിക്ക് അധികം സമയം കിട്ടില്ല. മനസ്സിലായില്ലേ? പെട്ടെന്ന് തന്നെ എനിക്ക് അതിന്റെ മൂവ്മെന്റ് ആക്ഷൻ ഒക്കെ വരാൻ പോകുന്നത്. ഓക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, എന്നെ സംബന്ധിച്ച് ടാർഗറ്റ് ആണ് എന്റെ ഏറ്റവും പ്രാധാന്യം. എസ് എല്ലിനെക്കാളും എസ് എല്ലിന് എനിക്ക് സമയമുണ്ട്. പക്ഷെ നിങ്ങൾ എല്ലാവരും എന്താ പറയുക, നിങ്ങൾ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിലും നിങ്ങളെ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് എസ് എൽ ആണെന്നത്, എസ് എൽ തന്നെ ഞാൻ ആദ്യം പറയാം. ഓക്കെ. എസ് എല്ലിൽ നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് ഈ ക്യാൻഡിൽ താഴോട്ട് പോയി തിരിച്ച് അതേ ക്യാൻഡിൽ തന്നെ കയറുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഇവിടെ ഒരു മിനിറ്റ്, നമുക്കിവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഈ ലോ നമ്മളെ ഇവിടെ ഒരു എൻട്രി പ്രൈസ് ഉണ്ടല്ലോ. നമുക്ക് ഈ എസ് എന്ന് പറഞ്ഞത് നമുക്കിവിടെ ഒരു എൻട്രി പ്രൈസ് ഉണ്ട്. ഒരു ഒരു 4310 കൂട്ടിക്കോ. മനസ്സിലായില്ലേ? ഇവിടുത്തെ ലോ നമുക്കൊരു 4308. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ലോ, അടുത്ത ലോ വരുന്നത്, നമുക്ക് വേറൊരു ലോ വരാൻ ചാൻസ് ഉള്ളതെന്ന് പറയുമ്പോൾ 4306, അല്ലെങ്കിൽ അതിന് കുറച്ചും കൂടി നമുക്ക് താഴെ പോയിട്ട് നമുക്ക് 4300. ഇതില് എന്ത് വേണമെങ്കിലും വരാം. മനസ്സിലായില്ലേ? ചിലപ്പോ നമുക്ക് ഇവിടെ ഒരു 4308 വരും. ഇപ്പൊ 4308 ഇതിന്റെ ലോ എന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ് ഇവിടെ? 4310. അപ്പൊ ഈ ഒരു ഗ്യാപ്പ് എത്ര വരും എന്ന് പറഞ്ഞായിരിക്കും. നമ്മൾ 4310 നമ്മൾ ഇവിടുത്തെ ഈ ലൈന് എൻട്രി വരുന്നത്. നമ്മള് ഇപ്പൊ ലോ വന്നേക്കണം 4308. അപ്പൊ നമുക്ക് എത്രയാണ് ഡിഫറൻസ് വരാം? ആ എസ് എല്ലിന്റെ ഡിഫറൻസ് എത്രയാണ്? ഈ ലോവും ഈ എൻട്രി പ്രൈസും തമ്മിൽ നമുക്ക് എത്ര ഡിഫറൻസ് വരുന്നുണ്ട്? 4308 നമ്മളെ ലോ വരുന്നത്. ഒന്ന് പറഞ്ഞാരെങ്കിലും ചാറ്റ് ബോക്സിൽ പെട്ടെന്നാവട്ടെ. എന്തൊക്കെ ആലോചിക്കാനുള്ളത്? 2 പോയിന്റ്സ്. ആരാ പറഞ്ഞത്? പ്രശാന്ത് പറഞ്ഞ 2 പോയിന്റ്സ്. ഓക്കെ. നമുക്കപ്പോ ഈ സിനാരിയോയില്, ഫസ്റ്റത്തെ സിനാരിയോയില് 2 പോയിന്റ്സ് ആണ് നമുക്ക് വരുന്നത്. രണ്ടാമത്തെ സിനാരിയോയിൽ എത്രയാണ് എന്ന് പറഞ്ഞ? രണ്ടാമത്തെ സിനാരിയോയില് 306 10 നിന്ന് മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ്? ഏകദേശം ഒരു 4 പോയിന്റ്സ്. അതേപോലെ തന്നെ 300 നമുക്ക് ലോ വരുന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്നാമത്തെ സിനാരിയോയിൽ എന്താ വരുന്നത്? 10 പോയിന്റ്സ് ആണല്ലോ. 10 പോയിന്റ്സ് ആണല്ലോ. അപ്പൊ എല്ലാവരും ഇവിടേക്ക് നോക്കാം. നമ്മൾ എസ് എൽ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. എസ് എൽ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്.
നമുക്കിപ്പോ ആദ്യത്തെ സിനാരിയോയിൽ 2 പോയിന്റ്സ് ആണ് വന്നത്, നമുക്ക് ലോ വന്നേക്കുന്നത്. രണ്ടാമത്തെ സിനാരിയോയിൽ 4 പോയിന്റ്സ് വന്നിട്ടുണ്ട്. മൂന്നാമത്തെ സിനാരിയോയിൽ 10 പോയിന്റ്സ് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ സിനാരിയോ ആണെന്നുണ്ടെങ്കിൽ 2 പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എന്താണ് 2 പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 2 to 3 പോയിന്റ്സ് വരെ ആണെന്നുണ്ടെങ്കിൽ 2 to 3 പോയിന്റ്സ് വരെ നമുക്ക് ഡിഫറൻസ് ഈ ഒരു ഈ എസും അതേപോലെ തന്നെ ലോവും തമ്മിൽ 2 to 3 പോയിന്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എസ് എൽ വെക്കേണ്ടത് 5 പോയിന്റ്സ്. അതേ സമയത്ത് 3 to 4 പോയിന്റ്സ്, 3 to 5ന്റെ ഇടയ്ക്ക് 3 to 3.5 അല്ലെങ്കിൽ 4.5 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സെയിം ഇവിടെ എന്ത് വാല്യൂ വരുന്നത് അത് തന്നെ നമ്മൾ എസ് എൽ. മനസ്സിലായില്ലേ? അതേ സമയത്ത് 5ന്റെ മേലെ 6, 7, 8, 9, 10, 15, 20, 30 എത്ര ലോ ആയിക്കോട്ടെ, ചിലപ്പോൾ വലിയ ലോ വരും, എത്ര ലോ ആയിക്കോട്ടെ, എത്ര ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്റ്റോപ്പ് ലോസ് വരുന്നത് 5 പോയിന്റ്സ്. അപ്പോ 3 to 5ന്റെ ഇടക്കാണ് നമ്മൾ ഈ ലോന്റെ ഡിഫറൻസ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ലോന്റെ ഡിഫറൻസ് നമുക്ക് 3 to 5ന്റെ ഇടക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വരുന്ന പോയിന്റ് വെക്കാം. 3ൽ കുറവാണെന്നുണ്ടെങ്കിൽ 5 പോയിന്റ് വെക്കണം. 5 കൂടുതലാണെങ്കിലും 5 പോയിന്റ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കണം. ക്ലിയർ ആയോ? സ്റ്റോപ്പ് ലോസ് എല്ലാവർക്കും? സ്റ്റോപ്പ് ലോസ് ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, ക്ലിയർ ആയെങ്കിൽ ഒരു സി ടൈപ്പ് ചെയ്യാം. ഓക്കെ, യെസ്. ഇനി നമുക്ക് ടാർഗറ്റ് നമുക്ക് നോക്കാം. സ്റ്റോപ്പ് ലോസ് എല്ലാവർക്കും ക്ലിയർ ആയി. ടാർഗറ്റ് നോക്കാം. ടാർഗറ്റ് നമുക്ക് ഇവിടെ നിന്നാണ് നമുക്ക് എൻട്രി എടുത്തത്. എൻട്രി എടുക്കുമ്പോൾ 4310 എന്നുള്ളത് നിങ്ങൾ മാർക്കറ്റ് ഓർഡറിൽ എൻട്രി എടുക്കുമ്പോൾ 4310 തന്നെ കിട്ടണം എന്നില്ല. 4310 10 10.50 ആവാം, ചിലപ്പോൾ 11 ആയി പോകാൻ പറ്റും. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, 11 എടുക്കാം. പക്ഷെ എസ് എൽ വെക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് 4309 ആയി പോകാം. താഴെ നിങ്ങൾക്ക് പ്ലേസ് ചെയ്ത പാട് താഴെ പോയാൽ ചെയ്യാം. നിങ്ങൾക്ക് 309 ആവാൻ പറ്റും. എന്നാൽ 9ൽ നിന്നുള്ള 5ഉം ഈ ഡിഫറൻസും വെക്കേണ്ടത് നിങ്ങളെ 10ൽ നിന്ന് ഈ വാല്യൂ നോക്കിയിട്ട് ഈ വാല്യൂ നിന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വെക്കാം. 5 ആണെങ്കിൽ 5, 4 ആണെങ്കിൽ 4, 3 ആണെങ്കിൽ 3.5 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും ഈ വാല്യൂ നിന്ന് വെക്കണം. നിങ്ങൾക്ക് 11 കിട്ടിയതിൽ നിന്ന് 11 കുറയ്ക്കരുത്, അല്ലെങ്കിൽ 9 കിട്ടിയതിൽ നിന്ന് 1 പോയിന്റ് കുറവാണെന്ന് വിചാരിച്ചിട്ട് അതും ചെയ്യരുത്. മനസ്സിലായില്ലേ? അപ്പോ നിങ്ങൾ ഈ വാല്യൂ നിന്ന് വേണം ഇവിടുത്തെ ഈ വാല്യൂ എവിടുന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ഈ വാല്യൂ നിന്ന് വേണം നിങ്ങൾക്ക് എന്താണ് ഇത് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എൻട്രി കിട്ടിയ വാല്യൂ നിന്നല്ല, ഈ വാല്യൂ നിന്ന്. ഓക്കെ, ഇനി നമുക്ക് ടാർഗറ്റ് 3 ടൈപ്പിലാണ് ടാർഗറ്റ് വരുന്നത്. 3 ടൈപ്പിലാണ് ടാർഗറ്റ് വരുന്നത്. നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് TGT1 നമ്മളെ ട്രെൻഡ് ലൈനിലേക്ക് എത്തുമ്പോൾ. നിങ്ങൾ ആദ്യകാലങ്ങളിൽ ട്രെൻഡ് ലൈനിലേക്ക് എത്തുമ്പോൾ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ വിട്ട് കളഞ്ഞേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടിക്കഴിഞ്ഞാൽ ടാർഗറ്റ് സെറ്റ് ചെയ്ത് വെക്കാം. മനസ്സിലായി? അല്ലെങ്കിൽ ടച്ച് ചെയ്യുമ്പോൾ വിട്ട് കളയാം. കുറച്ച് കഴിഞ്ഞ് അഡ്വാൻസ് ആയി കഴിയുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി പാറ്റേൺസ് ഒക്കെ ക്ലിയർ ആയി കഴിയുമ്പോൾ നിങ്ങൾ TGT2ലേക്ക് എത്തണം. 2 എന്ന് പറയുമ്പോൾ നമ്മളെ മുകളിലത്തെ റെസിസ്റ്റൻസ് ലൈന്. മനസ്സിലായില്ലേ? മുകളിലത്തെ റെസിസ്റ്റൻസ് ലൈനാണ് നമ്മളെ TG2 വരുന്നത്. മൂന്നാമത്തെ ലെവൽ നിങ്ങൾ പ്രോ ആയി കഴിയുമ്പോൾ, പ്രോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺസ് ക്ലിയർ ആയിട്ട് മനസ്സിലായി, നിങ്ങൾക്ക് എന്താ പറയുക എൻട്രി ഒക്കെ പെർഫെക്റ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ട്രെയിൽ ചെയ്യണം. സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യണം. എവിടേക്ക് ട്രെയിൽ ചെയ്യണം? ട്രെൻഡ് ലൈനിലേക്ക് ട്രെയിൽ ചെയ്യണം. ട്രെൻഡ് ലൈനിലേക്ക് നമ്മൾ ട്രെയിൽ ചെയ്യണം. മനസ്സിലായില്ലേ? ട്രെൻഡ് ലൈനിലേക്ക് നമ്മൾ എസ് എൽ ട്രെയിൽ ചെയ്ത് പോവാം. പലപ്പോഴും ഈ ട്രെയിലിങ്ങിൽ നമുക്ക് വലിയ മൂവ്മെന്റ്സ് വരെ കിട്ടും. നമുക്ക് ചാർട്ട് നോക്കാം. ഇപ്പൊ നിങ്ങൾ ബാക്കിലേക്കുള്ള ചാർട്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആയോ? 3 ടൈപ്പ് ഓഫ് ടാർഗറ്റ്സ് ആണ് നമുക്കുള്ളത്. ഒന്ന് നമ്മളെ ബേസിക് ലെവല്, അഡ്വാൻസ് ലെവല്, പ്രോ ലെവല്. ഈ 3 ലെവലിലാണ് നമുക്ക് വരുന്നത്. ഈ ഡിസ്റ്റൻസ് തന്നെ അപ്രോക്സിമേറ്റ് നമുക്കൊരു 4 to 10 പോയിന്റ്സ് ഉണ്ടാവും. ഈ ഡിസ്റ്റൻസ് തന്നെ അതേ സെയിം ആയിരിക്കും ഈ ഡിസ്റ്റൻസിലേക്ക് വരുന്നത്. അതേ ഈ ഡിസ്റ്റൻസ് പറയുമ്പോൾ ഈ ഇവിടുത്തെ സെയിം തന്നെ 4 വരും. അപ്പൊ ഇവിടുന്ന് ഇവിടം വരെ ടാർഗറ്റ് 2ലേക്ക് എത്താന്ന് പറയുമ്പോൾ 8 to 20 പോയിന്റ്സ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അവിടുന്ന് പിന്നെ നമ്മൾ പ്രോയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ സംഭവം ചിലപ്പോൾ നമുക്ക് സെയിം ഇവിടെ തന്നെ വന്നു നിൽക്കും, ചിലപ്പോൾ നമുക്ക് ടാർഗറ്റ് 2വിനേക്കാളും മുകളിൽ പോയി നിൽക്കും. മനസ്സിലായില്ലേ? അപ്പൊ ആ രീതിയിലാണ് നമ്മൾ 3 ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വരെ നമ്മൾ പ്രോ ലെവലിലേക്ക് നമ്മൾ 3 ലെവലിലേക്ക് എത്തും. ഇതാണ് നമ്മളെ എന്താ പറയുക ലോങ് പാരലൽ. ഇതൊന്ന് ജസ്റ്റ് നമുക്ക് ചാർട്ടിൽ പോയി നോക്കാം. ചാർട്ടിൽ പോയി നോക്കി നമുക്ക് ഇത് എങ്ങനെയാണ് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് നോക്കാം. കാരണം ഇപ്പൊ നിങ്ങൾക്ക് ഇത് സംഗതി എല്ലാം പ്രാക്ടിക്കൽ ക്ലാസ് എല്ലാം നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുണ്ട്. പക്ഷെ
സോറി തിയറി ക്ലാസ് അല്ല നിങ്ങൾക്ക് ഓക്കെ ആയിരുന്നു. ഇനി പ്രാക്ടിക്കൽ ഇത് എങ്ങനെ ഈ പാറ്റേൺ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. കാരണം ചാർട്ടിൽ നോക്കുമ്പോൾ കണ്ടില്ലേ പല രീതിയിലുള്ള സാധനം പോയേക്കണം. മനസ്സിലായില്ലേ? ഇതിലെങ്ങനെ നമ്മളെ പഠിച്ചെങ്ങനെ പാറ്റേൺ. ഇപ്പൊ ഇതെല്ലാത്തിനും നമുക്ക് 6 പാറ്റേണും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും മൂവ്മെന്റ്സ് ഈ വലിയ മൂവ്മെന്റ് ഒക്കെ നമുക്ക് എന്താ പറയുക ക്യാപ്ചർ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കാം ഇവിടെ എന്താണ് നമുക്ക് എന്താണ് എവിടെയൊക്കെയാണ് നമ്മളെ ലെവൽസ് ഉള്ളത് എന്നുള്ളത് നോക്കാം. ഓക്കെ, നമുക്കൊരു പാരലായിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ് പാരലായിട്ട് വരുന്ന ഒരു സംഭവം എവിടെയും നോക്കാം. ഓക്കെ, ഈ പോർഷൻ ഒന്ന് നോക്കി നോക്ക് നിങ്ങൾ. ഈ പോർഷൻസ് ഒന്ന് ജസ്റ്റ് ഞാൻ നോക്കട്ടെ. ഓക്കെ, ഇവിടെ ഒന്ന് നിങ്ങൾ നോക്കി നോക്ക്. ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യും ഇവിടെ. ഈ ഒരു പോർഷനിൽ മാർക്ക് നോക്കി നോക്ക്. ഇവിടെ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്, ഇവിടെ നിങ്ങൾക്ക് ഒരു ഏകദേശം സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. അപ്പൊ അത് എങ്ങനെ നിങ്ങൾ സ്ട്രെയിറ്റ് ലൈൻ കണ്ടുപിടിച്ചു എന്നാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഓക്കെ, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മളിവിടെ ഫസ്റ്റ് ഞാൻ ജസ്റ്റ് ഒരു ലൈൻസ് വരക്കുന്നുണ്ട്. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക, എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളിവിടെ ഒരു എന്താ പറയാ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു മിനിറ്റ്. കുറച്ച് സൂം ആക്കി ഇടുന്നു ഞാൻ. നമുക്കത് ഇവിടെ നോക്കാം. ഈ ഫസ്റ്റ് ഈ കാൻഡിൽ നോക്കാം. ഈ കാൻഡില് നമുക്ക് എന്താണ് ഈ കാൻഡിലിന്റെ സമയത്ത് നമുക്ക് സ്ട്രേറ്റ് ലൈൻ അല്ല, തൊട്ടടുത്ത കാൻഡിൽ ഈ കാൻഡിൽ നോക്കാം. ഈ കാൻഡിൽ എത്തിയപ്പോൾ നമുക്ക് അതിന്റെ തൊട്ട് മുകളിലും താഴെയുള്ള അതിന്റെ ആ കാൻഡിലിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള 3 ലൈൻസ് നോക്കാം. ഏകദേശം സ്ട്രേറ്റ് ആണ്. മനസ്സിലായില്ലേ? അതിന്റെ തൊട്ട് മുമ്പത്ത് നോക്കുമ്പോൾ നമുക്ക് താഴത്ത് സ്ട്രേറ്റ് ആണ്, മുകളിലത്തെ 2 സ്ട്രേറ്റ് അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് പാറ്റേൺ കറക്റ്റ് ആയിട്ടില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പാറ്റേൺ കറക്റ്റ് ആവാനായിട്ട് ഒന്നില്ലെങ്കിൽ നമ്മൾ റണ്ണിങ് കാൻഡിൽ നിന്ന് ബാക്കിലേക്ക് 2 കാൻഡിൽസ് സെയിം ആവണം. ടോട്ടൽ 3 കാൻഡിൽ നമ്മൾ എന്ത് ചെയ്യണം? 3 കാൻഡിലിന്റെ പോളിംഗ് ബാൻഡ് നമ്മൾ സ്ട്രേറ്റ് ലൈൻ ആവണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഇപ്പൊ ഞാൻ കേസർ വെച്ച സ്ഥലത്ത് എന്താണ് നമുക്ക് കേസർ വെച്ച സ്ഥലത്ത് നമുക്ക് ബാക്കിലേക്ക് 2 കാൻഡിൽ സ്ട്രേറ്റ് ആയിട്ടില്ല. ഞാൻ അടുത്തൊരു കാൻഡിലൊപ്പം ഫോം ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഇതിനാണ് ഞാൻ ടൈം ഇൻവെസ്റ്റ്മെന്റ് വേണമെന്ന് പറയുന്നത്. കാരണം അല്ലാതെ വേറെ അനാലിസും കാര്യങ്ങൾക്കും അല്ല, ഈ ഒരു ഫോർമേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പിന്നെ അതൊന്ന് വെയിറ്റ് ചെയ്യാനും നമുക്ക് സമയം വേണം. അതാണ് ടൈം ഇൻവെസ്റ്റ്. അല്ലാതെ വേറെ യാതൊരു വിധത്തിലുള്ള നിങ്ങൾക്ക് ഫണ്ടമെന്റൽസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഈ കാൻഡിൽ ഇപ്പൊ കേസർ വെച്ചേക്കുന്ന കാൻഡിൽ നോക്കിയപ്പോ തൊട്ട് മുമ്പത്തെ കാൻഡിൽ സ്ട്രെയിറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്ത കാൻഡിൽ കൂടി വൈ. അപ്പൊ ഈ കാൻഡിൽ എത്തിയപ്പോ നമുക്ക് എന്തായി? ഒരു ഏകദേശം നമുക്ക് മനസ്സിലായി ബാക്കിലേക്കുള്ള 3 കാൻഡിലിന്റെയും ഈ കാൻഡിലും ബാക്കിലുള്ള 2 കാൻഡിലും മൊത്തം 3 കാൻഡിലും വെച്ച് നോക്കുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയെന്ന് മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഇനി എന്താണ് സ്ട്രെയിറ്റ് ആയി വരുമ്പോൾ താഴെ വന്ന് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? എൻട്രി എടുക്കും. മനസ്സിലായില്ലേ? ടച്ച് ചെയ്യുമ്പോൾ എൻട്രി എടുക്കും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ കാൻഡിൽ വന്ന് ടച്ച് ആയിട്ടുണ്ടോ? ഈ ഗ്രീൻ കാൻഡിൽ ടച്ച് ആയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കാൻഡിൽ നമുക്ക് ഏകദേശം ടച്ച് ആയിട്ടില്ല. ആ കാൻഡിൽ നമുക്ക് പാരലൽ തന്നെ. അപ്പൊ ഇവിടുന്ന് ഒരു 5 കാൻഡിലോളം നമുക്ക് ഏകദേശം പാരലൽ ആയിട്ട് നിൽക്കുന്നുണ്ട്. അടുത്ത കാൻഡിൽ നമുക്ക് ടച്ച് ആവുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക ക്രോസ് ഓവർ നടക്കുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഇവിടുന്ന് നമ്മൾ ബൈ ഡിഫോൾട്ട് ചിലപ്പോൾ ഇത് ക്രോസ് ഓവർ നടന്നപ്പോൾ എടുത്തിട്ടുണ്ടാകാം നമ്മള്. അതല്ല, ആസ് പെർ സ്ട്രാറ്റജി ഇവിടെ നമുക്ക് ഈ സമയത്തും പാരലൽ ലൈൻ തന്നെ വേണം നമ്മളെ സംബന്ധിച്ചിട്ട്. നമ്മൾ എൻഡ് എടുക്കാൻ പോകുന്ന കാൻഡിന്റെ മുകളിൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളിവിടെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഏകദേശം ഈ ഒരു റേഞ്ച് ചെയ്ത് തിരിച്ച് ക്രോസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ തിരിച്ച് ക്രോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചാടിക്കയറി എടുത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് എവിടെന്നെങ്കിലൊക്കെ നമുക്ക് എൻട്രി കിട്ടിയിട്ടുണ്ടാവും. 388.70 ആ റേഞ്ചിൽ എൻട്രി കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം സ്റ്റോപ്പ് ലോസിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളത്. ഒരു 88 സംതിങ് ആണ് നമുക്ക് എൻട്രി കിട്ടിയത്. 85 വരെയാണ്. സ്റ്റോപ്പ് ലോസ് വരെ പോയിട്ടില്ല. നമ്മൾ ചാടിക്കയറി എടുത്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ട്രേഡ് ടാർഗറ്റിലേക്ക് പോയിട്ടുണ്ട്, സെക്കൻഡ് ടാർഗറ്റ് വരെ പോയിട്ടുണ്ട്. മനസ്സിലായില്ലേ?
അപ്പൊ ഇവിടെ നമുക്ക് ചില സമയത്ത് ആദ്യ കാലങ്ങളിൽ മാത്രമേ അത് വരുള്ളൂ. ഇത് നമുക്ക് കൺഫർമേഷൻ, ശരിക്കും പറഞ്ഞ ഇവിടെ കൺഫർമേഷൻ പറയുമ്പോൾ ഈ കാൻഡിൽ കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഈ കാൻഡിൽ നമുക്ക് വന്ന് ക്രോസ് ഓവർ നടന്നിട്ട് തിരിച്ചു കയറുന്ന സമയത്താണ് നമ്മൾ എടുക്കാൻ പറഞ്ഞേക്കുന്നത്. ആ എടുത്തുന്ന സമയത്ത് നമുക്ക് നോക്കാൻ പറ്റും ആ രണ്ട് മുകളിലും ആ കാൻഡിലിന്റെ ടോപ്പിലും ബോട്ടത്തിലുള്ള പാറ്റേൺ മാറിയിരിക്കുന്നു. കാരണം രണ്ടും എന്താ പറയാ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മാറിയിരിക്കുന്നു. അപ്പൊ നമുക്ക് തിരിച്ചു കയറി വന്നാലും എൻട്രി എടുക്കാൻ പാടില്ല. എൻട്രി എടുത്താൽ തന്നെ നമുക്കിവിടെ കുഴപ്പമില്ല, ചിലപ്പോൾ നമുക്ക് കുഴപ്പമാവാൻ സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും അതാണ് നമ്മൾ എൻട്രി എടുക്കുന്ന കാൻഡിൽ പോലും നമ്മൾ അത് സ്ട്രെയിറ്റ് ആവണം. അതിന്റെ പ്രീവിയസ് രണ്ട് കാൻഡിലും എൻട്രി എടുക്കുന്ന കാൻഡിലും നമുക്ക് സ്ട്രെയിറ്റ് ആവണം. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം മാത്രം നമ്മളോട് ശ്രദ്ധിക്കേണ്ടുള്ളൂ. സ്ട്രെയിറ്റ് ആവണം എന്ന് പറഞ്ഞു വെച്ചാൽ ഈ മുകളിലത്തെ താഴത്തെ നീല ലൈനും അതേപോലെ ഓറഞ്ച് ലൈനും സ്ട്രെയിറ്റ് ആവണം. മനസ്സിലായില്ല? അപ്പൊ ഇവിടം വരെ നമുക്ക് സ്ട്രെയിറ്റ് ആണ്, ഈ കാൻഡിൽ വരെ സ്ട്രെയിറ്റ് ആണ്. നമുക്ക് ക്രോസ് ഓവർ നടന്ന് ഈ കാൻഡിൽ എത്തിയപ്പോഴേക്ക് സ്ട്രെയിറ്റ് മാറി. കാരണം മുകളിലേക്ക് പോയി താഴത്തേക്ക് വന്ന് ഇതും താഴത്തേക്ക് വന്ന്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് അത്ര എന്താ പറയുക കൺഫർമേഷൻ അവിടെ വെച്ച് നമ്മൾ മാറി. അപ്പൊ നമ്മൾ അതുകൊണ്ട് ഇവിടുന്ന് എൻട്രി നമുക്ക് എടുക്കാൻ പറ്റില്ല. അതല്ല, അത് ഈ കാൻഡിലാണ് നമുക്ക് ടച്ച് ആയതെന്നുണ്ടെങ്കിൽ, ഈ കാൻഡിലെ ക്രോസ് ഓവർ നടക്കുന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് അവിടുന്ന് എൻട്രി എടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഇനി ഇവിടുന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്താ പറയുക പേടിക്കേണ്ട ആവശ്യമില്ല. സ്റ്റോപ്പ് ലോസ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാം, ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാം. പക്ഷെ ഇവിടുന്ന് നമുക്ക് ടാർഗറ്റിലേക്ക് തന്നെ പോയിട്ടുണ്ട് സാധനം. മനസ്സിലായി? ഇനി വേറൊരു സ്ഥലം കൊണ്ട് നോക്കാം. കുറച്ചുകൂടി നമുക്ക് ആസ് പെർ സ്ട്രാറ്റജി തന്നെ വന്നിട്ടുള്ളൊരു സിറ്റുവേഷൻ നോക്കാം. ഇത് ഇന്നലത്തെ മാർക്കറ്റിന്റെ ആണ്. മിനിയാന്നത്തെ മാർക്കറ്റിൽ നമുക്ക് എവിടെയെങ്കിലും ഉണ്ടാ നോക്കാം. ഇതിവിടെ നമുക്ക് ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. എല്ലാരും ഇവിടെ ശ്രദ്ധിച്ചോ? നമുക്ക് ഈ കാൻഡില് നമ്മൾ വന്ന് മാർക്കറ്റിൽ വന്നപ്പോൾ ഈ കാൻഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ പ്രീവിയസ്ലി രണ്ട് കാൻഡിൽ എന്താണ്, ബാക്കിലേക്കുള്ള രണ്ട് റെഡ് കാൻഡിലിന്റെയും മുകളിലത്തെ ട്രെൻഡ് എന്താണ്, വലുതിൽ നിന്ന് ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? അപ്പൊ സ്ട്രെയിറ്റ് അല്ല. അപ്പൊ നമ്മൾ ഒരു കാൻഡിലും കൂടി വെയിറ്റ് ചെയ്തു, ഒരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തു. അപ്പൊ ബാക്കിലത്തെ ഒരു കാൻഡിൽ സ്ട്രെയിറ്റ് ആയി, ഇത് ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി ഒരു കാൻഡിൽ കൂടി വെയിറ്റ് ചെയ്യണം. അപ്പൊ ഈ കാൻഡിൽ കൂടി ആയി, ഈ കാൻഡിൽ കൂടി വെയിറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് എന്തായി, ബാക്കിലത്തെ 3 കാൻഡിൽസും ഏകദേശം നമുക്ക് എന്താണ് സ്ട്രെയിറ്റ് ആയി. അപ്പൊ നമുക്ക് ഇനി എന്താണ്, അപ്പൊ അത് കൺഫർമേഷൻ ആയത് താഴോട്ട് പോയി കഴിഞ്ഞാൽ ആ താഴത്തെ ലൈന് ക്രോസ് ചെയ്ത് തിരിച്ചു കയറുമ്പോൾ നമുക്ക് എൻട്രി. ഇത് നോക്കി, ഇവിടെ നമുക്ക് ഈ കാൻഡിൽ ക്രോസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ കാൻഡിൽ എൻട്രി എടുക്കാൻ പറ്റി, ചിലപ്പോൾ എടുക്കാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ ഈ കാൻഡിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എൻട്രി, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു കാൻഡിലേക്ക് നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടാവണം. എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ വേണ്ട നമ്മളെ ടാർഗറ്റ് ഒട്ടും തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസിലേക്ക് പോയിട്ടില്ല. നമുക്ക് സെക്കൻഡ് ടാർഗറ്റ് വരെ നമുക്ക് അച്ചീവ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ടാർഗറ്റ് എത്ര വരെ ഉണ്ട് നമുക്ക് നോക്കാം. നമുക്ക് നോക്കാം ഒരു ഏകദേശം. ഫസ്റ്റ് ടാർഗറ്റ് എന്താണെന്ന് നോക്കാം. ഒരു 305-ലാണ് നമുക്ക് ഇവിടെ മൂലക്ക് നോക്കി അറിയാൻ പറ്റും. നമുക്ക് 305-ലാണ് നമുക്ക് വരുന്നത്. നമുക്ക് ഈ ഒരു ഫസ്റ്റ് ടാർഗറ്റിലേക്ക് എത്തിയാൽ തന്നെ 310, ഏകദേശം 5 പോയിന്റ് ഈ ഗ്യാപ്പിന് വന്നു. അപ്പൊ സെക്കൻഡ് ടാർഗറ്റ് അതിൽ കൂടുതലേ ഉണ്ടാവുള്ളൂ. സെക്കൻഡ് ടാർഗറ്റ് ആകുമ്പോഴേക്കും നമുക്ക് 305 വാങ്ങിയേക്കുന്നത് 317 ആയിട്ടുണ്ട്. സെക്കൻഡ് ടാർഗറ്റ് 317 ആയിട്ടുണ്ട്. അപ്പൊ 305 എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം 12-13 രൂപ, 12 രൂപ നമുക്ക് ഇവിടെ ആയിട്ടുണ്ട്. ഇനി ട്രെയിലിംഗ് മൂന്നാമത്തെ പ്രോയിലേക്ക് പോയി കഴിഞ്ഞാൽ കണ്ടില്ലേ, സെയിം 305-ആണ് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് വന്നത്. 305-നേക്കാളും കുറച്ചുകൂടി 310-നേക്കാളും കുറച്ചുകൂടി 2 പോയിന്റ് കൂടി കൂടുതൽ നമുക്ക് പ്രോയിലേക്ക് കിട്ടിയിട്ടുണ്ട്. അതല്ല ഇവിടെ അടിക്കാതെ തിരിച്ചു പോയിരുന്നെങ്കിൽ, ഇവിടെ ടച്ച് ആവാതെ തിരിച്ചു പോയിരുന്നെങ്കിൽ ആ പ്രോ ലെവൽ നമുക്ക് എവിടെ വരെ എത്തും നോക്കി ഇതന്നെ. തിരിച്ച് ഇതിലേക്ക് അടിക്കുമ്പോൾ തന്നെ നമുക്ക് 333 അടിച്ചില്ലെങ്കിലത്തെ കാര്യം ഞാൻ പറഞ്ഞത്. ടച്ച് ചെയ്യാതെ മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 28 പോയിന്റ് നമുക്ക് പ്രോ ലെവൽ നമുക്ക് എടുക്കാൻ കഴിയും. ഒരു എത്ര മിനിറ്റ് നമുക്ക് വന്നു, നമുക്ക് ഫസ്റ്റത്തെ ടാർഗറ്റ് തന്നെ 10 മിനിറ്റ് കൊണ്ടാണ്. 10 മിനിറ്റ് പോലും ആയില്ല, ഒരു 8 മിനിറ്റ്. ഇനി സെക്കൻഡ് ടാർഗറ്റ് ആണെങ്കിൽ പോലും നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് സെക്കൻഡ് ടാർഗറ്റ് ആയി. ഒരു ഏകദേശം ഒരു എന്താ പറയുക, ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മള് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് തേർഡിലേക്ക് പോയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള നമുക്ക് അരമണിക്കൂർ മുമ്പേനുള്ള ബെനിഫിറ്റ് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്കിത് പാറ്റേൺസ് നോക്കേണ്ടത്. അപ്പൊ എന്താണ് പാറ്റേൺസ് നോക്കാൻ ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോ റൺ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഇപ്പൊ നമുക്ക് ലാസ്റ്റത്തെ ക്യാൻഡിൽ നോക്കാം. ലാസ്റ്റത്തെ ക്യാൻഡിൽ നോക്കാം നമുക്ക് എങ്ങനെയാണുള്ളത്. ഇപ്പൊ ഇത് ലാസ്റ്റത്തെ ക്യാൻഡിൽ, ഇത് ലാസ്റ്റ് റൺ ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ നമുക്ക് എന്താണ് ഒന്നിങ്ങനെ ഉള്ളിലേക്ക് കയറി വരുന്ന ക്യാൻഡിലാണ്. അപ്പൊ നമുക്കത് ഇവിടെ ഒന്നും നോക്കില്ല. അപ്പൊ അടുത്ത ക്യാൻഡിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. വരുമ്പോ നമുക്ക് അതിന്റെ ക്യാൻഡിൽ സ്ട്രെയിറ്റ് ആണെന്ന് നോക്കണം, മുകളിലത്തെ താഴത്തെ ലൈൻ സ്ട്രെയിറ്റ് ആണെന്ന് നോക്കണം. അത് സ്ട്രെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത 2 ക്യാൻഡിലും കൂടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പൊ നമുക്കൊരു 15 മിനിറ്റ് സമയം നമ്മൾ അവിടെ ഹോൾഡ് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ആകെ കൂടി ഇന്ന് പഠിച്ചേക്കണം ഈ ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റിലുള്ള 2 പാറ്റേൺസ് മാത്രമാണ്. ബാക്കി മൊത്തം 6 പാറ്റേൺസ് വരുന്നുണ്ട്. 6 പാറ്റേൺസ് ആകുമ്പോൾ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ട്രേഡിങ്സ് നമുക്ക് അവിടെ ഇവിടെ കാര്യം കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ മൂവ്മെന്റ്സ് ഒക്കെ കണ്ടില്ലേ, നമുക്കത് ഇവിടുന്ന് നമുക്ക് എന്താ പറയാ, ഈ ഒരു മൂവ്മെന്റ് ഒക്കെ നമുക്ക് എന്താ
ആൾക്കാർ സുഖമായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റും നമ്മളെ സ്ട്രാറ്റജി വെച്ചിട്ട്. നമ്മുടെ സ്ട്രാറ്റജി ഈ മൂവ്മെന്റിലൊക്കെ സിമ്പിൾ ആയിട്ട് എന്താ പറയുക, പ്രോ ലെവലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞ ഇവിടുന്ന് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-40 പോയിന്റോളം നമുക്ക് ഇവിടുന്നൊക്കെ ആയിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ആവാണ്ടാവാം. മനസ്സിലായില്ലേ? ട്രെയിനിൽ സ്റ്റോപ്പ് ലോസ് വരും. അപ്പൊ 40-50 പോയിന്റ് ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിനെയാണ് വോളറ്റൈൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മൊമെന്റ് ഇവിടുന്ന് വന്ന് താഴോട്ട് ഇറങ്ങി പോകണമെന്നില്ലേ, താഴോട്ട് ഇറങ്ങിപ്പോയി എന്നിട്ട് ഇവിടെ എത്തിയിട്ട് പിന്നെ ഇവിടുന്ന് കൺസോൾട്ടേഷൻ നടത്തുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു മാർക്കറ്റിൽ നമുക്ക് എന്താ പറയാ ട്രേഡ് ചെയ്യാൻ പറ്റും. ഈ മാർക്കറ്റിൽ കൺസോൾട്ടേഷൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ 6 സെറ്റപ്പുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ടൈം കിട്ടും. ഇപ്പൊ നിങ്ങൾ 2 സെറ്റപ്പാണുള്ളത്. അപ്പൊ ഈ 2 സെറ്റപ്പിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിങ്ങൾ എന്താ പറയാ കണ്ടിരിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ലോങ് പാരലൽ ഇപ്പൊ പഠിച്ചു. ഇനി നമ്മൾ ഷോർട്ട് പാരലൽ ഇതിന്റെ തന്നെ നമുക്ക് ഇനി സെൽ എൻട്രി എവിടെയെന്നുള്ള പഠിക്കണം. റെഡിയാണോ എല്ലാവരും? റെഡിയാണോ? ഓക്കെ, യെസ്. നമ്മള് ഷോർട്ട് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ പാർട്ട് 1ഉം പാർട്ട് 2ഉം നമ്മളതിന്റെ ഈ ഗോൾഡ് സ്ട്രാറ്റജി എല്ലാവർക്കും മനസ്സിലായല്ലോ. ഗോൾഡ് സ്ട്രാറ്റജി നിങ്ങൾക്ക് പഠിക്കാൻ എത്ര പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്? ഒന്ന് യെസ് ഓർനോട്ട് പറയോ. ഈ ഗോൾഡ് സ്ട്രാറ്റജി പഠിക്കാനായിട്ട് എത്ര പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്? യെസ് ഓർനോ. ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഒരു ഐ ടൈപ്പ് ചെയ്യാം. ഓക്കെ, യെസ്. ഗിരീഷ് യെസ് പറഞ്ഞിട്ട് ഐ ടൈപ്പ് ചെയ്താലും മതി. ഓക്കെ, ഗിരീഷ് മാത്രമാണോ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ? ഓക്കെ ഓക്കെ ഓക്കെ, യെസ്. പ്രവീണ്, അതേപോലെ തന്നെ സുഹിത്ത്. ഓക്കെ, താങ്ക് യു. നമുക്ക് ഈ ഒരു കോഴ്സ് എന്താ പറയാ, നമ്മളിപ്പോ ഒരു ഫ്രീ ആയിട്ട് തന്നൊരു ഇതിൽ തന്നെ നിങ്ങൾക്ക് എന്താ പറയാ അത്യാവശ്യം നിങ്ങൾക്ക് ഒരു ദിവസം ഏകദേശം ഒരു 3-4 ട്രേഡ്സ് ഉണ്ടാവും. ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് 3-4 ട്രേഡ്സ് ഉണ്ടാവും. 3-4 ട്രേഡ്സ് തന്നെ നിങ്ങൾക്ക് എന്താ പറയാ ഒരു $10-15 നിങ്ങൾക്ക് എടുക്കാൻ കഴിയും. യാതൊരു സംശയമില്ല. ഓക്കെ, അത് നിങ്ങൾ പാറ്റേൺസ് ഒന്ന് മനസ്സിലാക്കണം. എങ്ങനെ ഫോം ചെയ്യുന്നത്, എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്നുള്ള പാറ്റേൺസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കണം. നിങ്ങൾ കുറച്ച് വർക്ക്ഔട്ട് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് എന്താണ് നമ്മൾ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാവരും മനസ്സിലാക്കി. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവരും ജോലിയുള്ള ആൾക്കാരാണോ? എല്ലാവരും ജോബ് ആണോ ബിസിനസ് ആണോ എന്ന് ടൈപ്പ് ചെയ്തേ. ജോബ് ആണെങ്കിൽ ജെ ടൈപ്പ് ചെയ്യാം, ബിസിനസ് ആണെങ്കിൽ ബി ടൈപ്പ് ചെയ്യാം. ഒന്ന് ടൈപ്പ് ചെയ്ത്. ജോബ് ആണെങ്കിൽ ജെ ടൈപ്പ് ചെയ്യാം, ബിസിനസ് ആണെങ്കിൽ ബി ടൈപ്പ് ചെയ്യാം. ഓക്കെ, പ്രശാന്ത്, പ്രവീണ്, അരുൺകുമാർ ജോബാണ്. ബാക്കിയുള്ളവരൊക്കെ എല്ലാവരും ജോബ് തന്നെയാണോ? ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം, വേറെ ഒന്നിനുമല്ല. ഓക്കെ, മെൻഷൻ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ബെനിഫിറ്റ് ഉണ്ടാവും. ഓക്കെ, ഗിരീഷ്. ഓക്കെ, ജെ. നമുക്ക് ആൾക്കാരും ജോബാണ്. ബിസിനസ് ആരെങ്കിലും ഉണ്ടോ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ? ഓക്കെ, ബിസിനസ് ആണെങ്കിലും ജോബ് ആണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് സമയം വലിയ ഫാക്ടറാണ്. ആണല്ലോ? കാരണം ട്രേഡ് ചെയ്യാൻ സമയം വലിയ ഫാക്ടറാണ്. ഓക്കെ, നിങ്ങൾക്ക് വാട്സാപ്പിൽ ഒരു ഫ്രണ്ട് ഒരു ഹായ് അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ മെസ്സേജിന് റിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ പാർട്ട് 2, കാരണം അത്രയെങ്കിലും നമുക്കൊരു സമയം വേണം. അതും ഇല്ലാത്ത ഒട്ടും എന്താ പറയാ തുറക്കാൻ പറ്റാത്ത ആൾക്കാർക്കാണെങ്കിൽ ഞാനത് പറയാം. നിങ്ങൾ എന്താ പറയാ നിങ്ങളുടെ ഫ്രണ്ട് മെസ്സേജ് അയക്കുമ്പോൾ അതിനൊരു റിപ്ലൈ വാട്സാപ്പിൽ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എന്താ പറയാ ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ റീൽസ് നോക്കാൻ സമയമുള്ള ഒരാൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പാർട്ട് ടു നിങ്ങൾക്ക് എന്താ പറയാ ഫുൾ ടൈം ആയിട്ട് ട്രേഡ് ചെയ്യാം. മനസ്സിലായില്ലേ? ഇത്രയും സമയമുള്ള ഒരാളാണെങ്കിൽ മനസ്സിലായില്ലേ? ഫുൾ ടൈം ആയിട്ട് നമുക്ക് പാർട്ട് 2 ട്രേഡ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, അത് നോക്കാൻ സമയമില്ല, രാവിലെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ബോസിന്റെ ചീത്തവിളിയും കാര്യങ്ങളൊക്കെ കേട്ട് മാനേജറിന്റെ ചീത്തവിളിയും കാര്യങ്ങളൊക്കെ കേട്ട് വൈകിട്ട് വീടെത്തുമ്പോഴേ നമുക്ക് ഫ്രീ ആവുള്ളൂ എന്നുള്ള സിറ്റുവേഷൻ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പാർട്ട് 2 പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം. കാരണം ജോലി കഴിഞ്ഞ് സ്ട്രെസ് എടുത്ത് നമുക്ക് ഒരുപാട് ചാർട്ടർ അനാലിസിസ് ഒന്നും നോക്കാൻ പറ്റില്ല. പാർട്ട് 2 നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം. എങ്ങനെയാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് രാവിലെ ഒരു 6 മണി തൊട്ടിട്ട് നിങ്ങൾ എണീക്കണം എന്തായാലും ഒരു 5 മണി 6 മണിക്കൊക്കെ ആയിരിക്കും എല്ലാവരും മോസ്റ്റ്ലി എണീക്കാം. ഇനി അതല്ലാത്ത ആൾക്കാർ 6 മണിക്ക് എണീക്കാൻ ശ്രമിക്കുക. പൈസ ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ. ഓക്കെ, കാരണം പലരും പല രീതിയിലായിരിക്കും എണീക്കണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു രാവിലെ ഒരു 5 മണി 6 മണിക്കൊക്കെ എണീക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 9 മണിക്കായിരിക്കും നിങ്ങൾ ചിലപ്പോൾ 8 മണിക്കായിരിക്കും പോകുന്നുണ്ടാവുക. അതിൻ്റെ ഇടയിൽ 1 മണിക്കൂർ നിങ്ങൾക്ക്
1 അവർ രാവിലെയും മോർണിംഗിലും അതേപോലെ തന്നെ വൈകുന്നേരം നിങ്ങളൊരു 7 മണിക്ക് വീട് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു 7 മണിക്കോ 8 മണിക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 അവർ ഈവനിങ്ങിലും നിങ്ങൾക്ക് എന്താ പറയുക ട്രേഡ് ചെയ്ത് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റും. പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾക്ക് എന്താ പറയുക ജോലി ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഓൾമോസ്റ്റ് നിങ്ങൾ എല്ലാവരും പാർട്ട് ടൈം ആയിട്ട് പല ജോലികളും ചെയ്യുന്നുണ്ടാവും. നിങ്ങളെ എന്താ പറയുക നിങ്ങളെ കരിയറിൽ നിങ്ങൾ എന്താണ് നിങ്ങൾ പഠിച്ച് നിങ്ങൾ എന്ത് ജോബ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾ പാർട്ട് ടൈം ആയിട്ട് വേറെ ചെയ്യുന്നുണ്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു 1 അവർ രാവിലെയും 1 അവർ വരും. അതല്ല 2 അവേഴ്സ് ആണ് രാവിലെ 2 അവേഴ്സ് എത്ര നിങ്ങൾക്ക് പറ്റണം വെച്ച് കഴിഞ്ഞാൽ അത്രയും സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾക്ക് പാർട്ട് 2 ചെയ്യാൻ പറ്റും. കാരണം അത്രയും സിമ്പിൾ ആയിട്ടുള്ള രീതിയിലുള്ള പാർട്ട് 2 ആണ്. പാർട്ട് 2 നിങ്ങൾക്ക് ചെയ്ത് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ഒരു എമൗണ്ട് നമുക്കൊരു നിങ്ങൾ പലരും പറഞ്ഞ 8% ഒക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് എൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു 50%, 25 to 50%, 25 to 50% നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് എൻ ചെയ്യാൻ പറ്റും. ഒരു മാസം, ദിവസമല്ല ഞാൻ പറഞ്ഞത്, ഒരു മാസം. നിങ്ങൾ 10,000 രൂപയിലെന്നുണ്ടെങ്കിൽ 2,500 രൂപ നിങ്ങൾക്ക് എൻ ചെയ്യാൻ പറ്റും. 1 ലക്ഷം രൂപയിലെന്നുണ്ടെങ്കിൽ 25,000 രൂപ നിങ്ങൾക്ക് എന്താ പറയുക എൻ ചെയ്യാൻ പറ്റും. 10 ലക്ഷം ഇടയിലെന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ എൻ ചെയ്യാൻ പറ്റും. പറഞ്ഞാലും ഒരു തെറ്റുമില്ല. തെറ്റുണ്ടോ? ഞാൻ പറഞ്ഞ കാൽക്കുലേഷൻ തെറ്റുണ്ടോ? 25% ഞാൻ പറഞ്ഞത്. ഞാൻ 50 ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ. മനസ്സിലായില്ലേ? അപ്പോ നിങ്ങളെ ഡിപ്ലോയിഡ് ക്യാപിറ്റൽ ഉള്ള പോലെ ഇരിക്കും നിങ്ങളുടെ കമ്പനി. നിങ്ങൾക്ക് ഒരു 25% to 50% നിങ്ങൾക്ക് ഹാപ്പി ആണോ ഹാപ്പി അല്ലേ? ഒരു മാസമാണ്, ഞാൻ ദിവസം അല്ല പറഞ്ഞത്, ഒരു മാസം. ഹാപ്പി ആണെങ്കിൽ എച്ച് ടൈപ്പ് ചെയ്ത്, ഹാപ്പി അല്ലെങ്കിൽ എന്നും ടൈപ്പ് ചെയ്തോ, NH ടൈപ്പ് ചെയ്തോ. എക്സ്ട്രീംലി ഹാപ്പി പ്രവീൺ പ്രശാന്ത്. ഓക്കെ. പ്രവീൺ ഹാപ്പി, ഗിരീഷ് കുമാർ ഹാപ്പി. ഞാൻ പറഞ്ഞ ഇത് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത് ഒരു 1 അവർ വെച്ച് രാവിലെ വൈകിട്ട് ചെയ്താലാണ് ഞാനിത് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അല്ലാതെ ഫുൾ ടൈമിന്റെ ആളിലല്ല. ഫുൾ ടൈമിന്റെ ആൾക്കാർ അതിനനുസരിച്ചിട്ട് മാർക്കറ്റിന്റെ മൂവ്മെന്റ് അനുസരിച്ചിട്ട് ഏൺ ചെയ്യും. ചിലപ്പോൾ ദിവസം തന്നെ ആയിരിക്കും ചിലപ്പോൾ 25% ഉണ്ടാക്കുന്നുണ്ടാവുക. മനസ്സിലായില്ലേ? പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾക്ക് 1 അവർ സ്പെൻഡ് ചെയ്താൽ തന്നെ ഒരു മാസത്തിൽ 25% നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പാർട്ട് 2 ആ കൺസിസ്റ്റന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പാർട്ട് 2 നമുക്ക് എന്താ പറയുക ഇന്നൊരു ഓഫറോട് നിങ്ങൾക്ക് എന്താ പറയുക ജോയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇന്നൊരു ഓഫറോട് കൂടി ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മള് കോഴ്സ് ഡീറ്റെയിൽസ് ഞാനൊന്ന് പറയാം. നമുക്കിത് ഓൺലൈൻ ഗ്രൂപ്പ് ക്ലാസ് അല്ല, ഇൻഡിവിജ്വൽ 1-to-1 ക്ലാസ് ആണ്. എന്താ ഞാൻ പറഞ്ഞത്? ഇൻഡിവിജ്വൽ 1-to-1 ക്ലാസ് ആണ്. ഈ 1-to-1 ക്ലാസ്സിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? റെക്കോർഡിങ്സ് തരും. ഇപ്പൊ നിങ്ങൾ ഇന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡ് ക്ലാസ് ഇന്ന് തന്നെ അവൈലബിൾ ആവും. ഈ റെക്കോർഡ് ക്ലാസ് നിങ്ങൾ കണ്ട് ഇന്ന് നാളെ ഞായറാഴ്ച നാളെ കൊണ്ട് കണ്ട് ഡൗട്ട്സ് കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ ക്ലാസ് 1-to-1 നമ്മൾ ചെയ്യും. നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗട്ട്സും കാര്യങ്ങളും ഒന്നുകൂടി ഞാൻ റിവൈസ് ചെയ്ത് തരും. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പറഞ്ഞ് ക്ലിയർ ആക്കി തരും. മനസ്സിലായില്ലേ? ഫുൾ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് വേണം വരാനായിട്ട്. പാതി കണ്ടു കഴിഞ്ഞിട്ട് വന്നിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ കാണുന്നതിന്റെ ഇടയിൽ ഡൗട്ട് വെച്ചിട്ട് കാര്യമില്ല. കാരണം വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള കുറെ ഡൗട്ട്സുകൾ കുറഞ്ഞു കിട്ടും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നൊരു റിവ്യൂ 1-to-1 സെഷൻ ചെയ്ത് നിങ്ങൾക്ക് എന്താ പറയുക ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ 1-to-1 ആണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തരും. കാരണം ഗ്രൂപ്പ് ക്ലാസ്സിൽ നിങ്ങൾക്ക് പല ഡൗട്ടുകളും ചോദിക്കാൻ മടിയുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ 1-to-1 സെഷൻ നിങ്ങൾ ഓരോരുത്തരെയും നമ്മൾ എന്താ പറയുക ട്രെയിൻ ചെയ്ത് ട്രേഡ് ചെയ്യിപ്പിക്കും. മനസ്സിലായില്ലേ? ഇതിന് ഒരാഴ്ച പോലും നമുക്ക് വേണ്ട, ഒരു 3 ഡേയ്സിനുള്ളിൽ നിങ്ങൾ ട്രെയിൻ തുടങ്ങുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് കുറച്ചുള്ളത് കൊണ്ട് തന്നെ 3 ഡേയ്സിന്റെ ഉള്ളിൽ ക്ലാസ് കഴിഞ്ഞ് 1-to-1 സെഷൻ കഴിഞ്ഞ് നമുക്ക് 3 ഡേയ്സിനുള്ളിൽ ലൈവ് ട്രേഡ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ 3 ഡേയ്സിന്റെ ഉള്ളിൽ നമുക്ക് എന്താണ് ലൈവ് ട്രേഡിങ്സ് ചെയ്യാൻ പറ്റും. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. 3 ദിവസം വേണ്ട, എന്നിരുന്നാലും 3 ദിവസം ഞാൻ മാക്സിമം പറയുന്നത് ഡെമോ ട്രേഡിംഗ് എല്ലാം കഴിഞ്ഞ് ലൈവ് ട്രേഡിംഗ് നിങ്ങൾക്ക് 3rd ഡേയിൽ ചെയ്യാൻ പറ്റും. മനസ്സിലായി? ഇപ്പൊ ഇന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നാളെ വീഡിയോസ് കണ്ട് തിങ്കളാഴ്ച നിങ്ങളൊന്ന് ഡെമോ ട്രേഡ് ചെയ്യുക. ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച നിങ്ങൾക്ക് എന്താ പറയുക ട്രേഡ്സ് ലൈവില് ചെയ്തു തുടങ്ങാൻ പറ്റും. അത്രയും കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലുള്ള സെറ്റപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ കോഴ്സ് ഫീസ് നമുക്കൊന്ന് നോക്കാം. തൗഫീഖ്
ഹൗ മെനി ട്രേഡ്സ് പെർ ഡേ. നമുക്ക് പാർട്ട് ടൂവിലാണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ ഒരു 6 മണി തൊട്ട് 10 മണി വരെ നമുക്ക് ഒരു 100-150 ട്രേഡ്സ് ഉണ്ടാവും. അതല്ല നിങ്ങൾ ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ ചെയ്യണം. ഒരു മണിക്കൂറിൽ മിനിമം നമുക്ക് ഒരു 5 ട്രേഡ്സ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മനസ്സിലായില്ലേ? ഒരു മണിക്കൂറിൽ നിങ്ങൾക്ക് ഒരു 5 ട്രേഡ്സ് പ്രതീക്ഷിക്കാം. ഒരു ഡിപ്പെൻസ് ആണ്, മാർക്കറ്റിന് ഡിപ്പെൻസ് ആണ്. എന്നിരുന്നാലും നമുക്ക് അത്യാവശ്യം മൾട്ടിപ്പിൾ ട്രേഡ്സ് ഉണ്ടാവും. നമ്മൾ പാർട്ട് ടൂവില് ചെറിയ രീതിയിലുള്ള എന്താ പറയുക മൂവ്മെന്റ്സ് ആണ് ക്യാപ്ചർ ചെയ്യുന്നത്, പക്ഷെ മൾട്ടിപ്പിൾ ട്രേഡ്സ് ഉണ്ടാവും. പാർട്ട് വണ്ണിൽ നമ്മൾ വലിയ മൂവ്മെന്റ്സ് ആണ് ക്യാപ്ചർ ചെയ്യുന്നത്. ഈവൻ കൺസോളിഡേഷൻ മാർക്കറ്റിൽ പോലും നമ്മൾ 10-15 പോയിന്റ് എടുക്കുന്നത്. വോളറ്റൈൽ മാർക്കറ്റിൽ നമ്മൾ 20-30-40 ഒക്കെ എടുക്കും. മനസ്സിലായി? പിന്നെ നമ്മൾ പാർട്ട് ടൂവിൽ തന്നെ 2 സെറ്റപ്പുകളുണ്ട്. ഒന്ന് ചെറിയ മൂവ് എടുക്കണമുണ്ട്, അതേപോലെ തന്നെ വലിയ മൂവ് എടുക്കണമുണ്ട്. ഒരു 30-40 പോയിന്റ് വരെ എടുക്കുന്ന സെറ്റപ്പ് കൂടി പാർട്ട് ടൂവിലുണ്ട്. പക്ഷെ അത് നമുക്ക് ഒരു ദിവസം ഒരു 2-3 ട്രേഡ്സ് ഉണ്ടാവുള്ളൂ. ക്ലിയർ ആയില്ലേ? തൗഫീഖിന്റെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പാർട്ട് ടൂവിൽ വെച്ചിട്ട് വലിയ മൂവ്മെന്റ് എടുക്കുന്ന സെറ്റപ്പ് ഉണ്ട്, ചെറിയ മൂവ്മെന്റ് എടുക്കുന്ന സെറ്റപ്പ് ഉണ്ട്. ചെറിയ മൂവ്മെന്റ് നമുക്ക് ഒരു 10-100-50-60 ട്രേഡ്സ് ഏറ്റവും കുറഞ്ഞ ഫുൾ ഡേയിൽ ഉണ്ടാവും. അതെല്ലാം നിങ്ങൾക്ക് വലിയ മൂവ്മെന്റ് ക്യാപ്ചർ ചെയ്യുന്ന സെറ്റപ്പാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സെയിം പാർട്ട് ടൂവിൽ തന്നെ വലിയ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഒരു 2-3 ട്രേഡ്സ് ഉണ്ടാവുള്ളൂ. ഒരു 20-25 പോയിന്റ്സ് ഷുവർ ഷോട്ടാണ്. ഏറ്റവും കുറഞ്ഞത് 10-15 പോയിന്റ് ഡെഫിനറ്റ് ആയിട്ട് കണ്ണം കൂട്ടി കിട്ടും നിങ്ങൾക്ക് ഒരൊറ്റ ട്രേഡിൽ. അത് കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ 30-40-50 വരെ നമുക്ക് എന്താ പറയുക സിമ്പിൾ ആയിട്ട് കിട്ടും. പക്ഷെ അതിൽ ആ ഒരു സെറ്റപ്പിൽ നിങ്ങൾക്ക് ഒരു $100 വെച്ച് ചെയ്യാൻ പറ്റില്ല. അതിന് കുറച്ച് കൂടുതൽ വേണ്ടി ഒരു $500, ഒരു 1000 താഴെ നമുക്ക് അത് ഹോൾഡ് ചെയ്താലേ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം അതിന്റെ സ്റ്റോപ്പ് ലോസ് കുറച്ച് വലുതായിരിക്കും. അത്രയും നമ്മൾ പോയിന്റ്സ് എടുക്കുന്നുണ്ട്. നമ്മളൊരു 30-40 പോയിന്റ് എടുക്കുമ്പോൾ ഒരു 2 പോയിന്റ് 3 പോയിന്റ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, ക്ലിയർ ആയോ? പിന്നെ പ്രശാന്ത് ചോദിച്ചിട്ടുണ്ട്, ക്യാൻ യു ഷെയർ ആൻ അനദർ അക്കൗണ്ട് where you are implemented the part 2 strategy at the full phase? എന്ന് വെച്ച് കഴിഞ്ഞാല് വേറെ ഉപയോഗിച്ചൊരു ഇതാണ് ഷോ ചെയ്യാനോ ഉദ്ദേശിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനും എന്താ പറയുക ഫുൾ ടൈം 24 hours ഇരിക്കാത്ത ഒരാളാണ്. മനസ്സിലായി? എനിക്ക് എൻ്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. എൻ്റെ ഒരു ട്രേഡിങ്ങിൽ ഞാനിപ്പോൾ എടുത്തോണ്ടിരിക്കുന്ന പറയുമ്പോൾ മന്ത്ലി ഒരു 100%, എൻ്റെ ട്രേഡിംഗ് സെറ്റപ്പിൽ 80-100% ഒരു മാസം എൻ്റെ ട്രേഡിംഗ് സെറ്റപ്പിൽ നമ്മളെ കോപ്പി ട്രേഡിംഗ് നിലവിൽ ഇപ്പോൾ ഒരു 25-50%. ഇൻ ഫ്യൂച്ചർ നമുക്ക് എന്താ പറയുക അൽഗോ ആവുന്നുണ്ട്. അൽഗോ ആവുമ്പോൾ അവിടെ ഒന്നും നിങ്ങൾക്ക് പിടിച്ചു കിട്ടില്ല. കാരണം ഈ ഫുൾ ട്രേഡ് പകലില്ലാതെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. കോപ്പി ട്രേഡിങ്ങിൽ ഫുൾ ടൈം ട്രേഡ് ചെയ്തിരിക്കും. അൽഗോ ആയിക്കഴിഞ്ഞാൽ അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായിക്കഴിഞ്ഞാൽ ഫുൾ ടൈം അത് നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഒരു ദിവസം എത്ര ട്രേഡ് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്? അത് നിങ്ങളെ എന്താ പറയുക തൗഫീക്ക്, നിങ്ങളെ എത്ര സമയം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ജോലിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 1 ഹവറും വൈകുന്നേരം ഒരു 1 ഹവർ ആണെങ്കിൽ നിങ്ങൾക്ക് 2 മണിക്കൂറും കൂടി കൂട്ടിയിട്ട് ഒരു 5-10 ട്രേഡ്സിന്റെ ഇടയ്ക്ക് കിട്ടും. മനസ്സിലായില്ലേ? 5-10 ട്രേഡ്സിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അതേ സമയത്ത് നിങ്ങൾ 2 മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ വരും. ഫുൾ ടൈം നിന്ന് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ വരും. അത് നിങ്ങൾ എന്താ പറയാ, നിങ്ങൾ ഫുൾ ടൈം നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എല്ലാ ട്രേഡും എടുക്കാൻ ഞാൻ പറയും. അതല്ല നിങ്ങൾ ഏതെങ്കിലും ഒരു കുറച്ച് നേരം മാത്രം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ രാവിലെ ഒരു 2 മണിക്കൂറും വൈകുന്നേരം 2 മണിക്കൂറും പ്രിഫറബിൾ. മനസ്സിലായില്ലേ? അതിന്റെ ഇടക്ക് ചെയ്യാതിരിക്കുക. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങൾ ഏത് സമയത്താണ് ഇന്ന് ചെയ്യണത് അതേ സമയത്ത് തന്നെ എല്ലാ ദിവസവും ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾ ഇന്നൊരു 7 മണി ടു 8 ചെയ്ത് നാളെ ഒരു 8 to 10 ചെയ്ത് 11-12 അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കൺസിസ്റ്റൻസി കിട്ടില്ല. മനസ്സിലായി? നിങ്ങൾ ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മൾ കോഴ്സിൽ പറയുന്നത്, ചെയ്യുമ്പോൾ ഒരു സമയം തന്നെ നിങ്ങൾ 1 മണിക്കൂർ രാവിലെ 1 മണിക്കൂർ വൈകിട്ടാണെന്നുണ്ടെങ്കിൽ രാവിലെ ചെയ്യണ 7 മണി to 8 മണി വരെ ആണെന്നുണ്ടെങ്കിൽ അതേ സമയത്ത് തന്നെ നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യാൻ ശ്രമിക്കുക. ഇനി രാവിലെ 6 to 7 ആണെന്നുണ്ടെങ്കിൽ അതേ സമയത്ത് തന്നെ എല്ലാ ദിവസവും സെയിം ടൈമിങ് എല്ലാ ദിവസവും ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് കൺസിസ്റ്റൻസ് ആയിട്ട് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ പലയിടത്തും വരുമ്പോൾ നമുക്ക് എവിടെയെന്ന് ഇന്നത്തെ ദിവസം സ്റ്റോപ്പ് ലോസ് അടിക്കാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരേ സമയത്ത് തന്നെ കൺസിസ്റ്റന്റ് വരുമ്പോൾ ചിലപ്പോൾ ഒരാഴ്ചയിൽ 1-2 സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. അത്രയും സ്റ്റോപ്പ് ലോസ് നല്ല രീതിയിൽ കുറവുള്ള ഒരു സംഭവം. അതുകൊണ്ടാണ് ഞാൻ വിന്നിംഗ് റേഷ്യോ തന്നെ 80-90% പറയാൻ കാരണം സ്റ്റോപ്പ് ലോസ് അത്രയും കുറവാണ്. നിങ്ങൾ ഒരേ സമയത്ത് തന്നെ എല്ലാ ദിവസവും ചെയ്ത് ഒരാഴ്ചയിൽ ചിലപ്പോൾ 1-2 സ്റ്റോപ്പ് ലോസ് ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഫ്രീ ആവണം ആ രീതിയിലാണ് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യേണ്ടത്. തൗസീഫിന്റെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഓക്കെ, തൗസീഫിന്റെ ക്ലിയർ ആയി. അത് ഓരോ ഡിപ്പെൻസ്. ഓക്കെ, ബ്രോക്കറേജ് വരുന്നില്ലേ? ഇത് ബ്രോക്കറേജ് വരുന്നില്ലേ?
ഇതിൽ നമുക്ക് ബ്രോക്കറേജ് ഒന്നുമില്ല, നമുക്ക് സ്പ്രെഡ് ആണുള്ളത്. പിന്നെ നമുക്ക് വരെ പ്രോഫിറ്റ് ഷെയർ ഉണ്ട്. എന്റെ ബെനിഫിറ്റ് കോപ്പി ട്രേഡിംഗിൽ വരുന്ന പ്രോഫിറ്റ് ഷെയർ ആണ്. അതേപോലെ തന്നെ നിങ്ങൾ സെൽഫ് ട്രേഡ് ചെയ്യുമ്പോൾ ബ്രോക്കറേജ് ഇല്ല, സ്പ്രെഡ് ആണ് പോകുന്നത്. സ്പ്രെഡ് എന്ന് പറയുമ്പോൾ വാങ്ങുന്നതും വിൽക്കുന്നതും വേറെ റേറ്റിലാണ് വരുന്നത്. ഒരു ചെറിയൊരു സ്പ്രെഡ് പോകുന്നുണ്ട്. കമ്മീഷൻ ആയിട്ടാണ് സ്പ്രെഡ് കണക്കാക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ ഷോർട്ടിലേക്ക് നമുക്ക് കിടക്കാം. ഷോർട്ട് സിമ്പിൾ ആണ്, വേറെ പ്രത്യേകത ഒന്നുമില്ല. ഷോർട്ട് പാരലൽ ഇത് നിങ്ങൾ ഷോർട്ട് പാരലും അതേപോലെ തന്നെ ലോങ് പാരലും ചെയ്തിട്ട് നിങ്ങൾ അതേപോലെ നിങ്ങൾ മറ്റ് സെറ്റപ്പുകൾ കാണുമ്പോൾ നിങ്ങൾ ഇതേപോലെ ട്രേഡ് ചെയ്തിട്ട് കാര്യമില്ല. ഷോർട്ടിലും ഇത് മാത്രമേ നമുക്ക് സപ്പോർട്ടും റെസിസ്റ്റൻറ്റും പ്രോപ്പർ ആവണുള്ളൂ. ബാക്കി എല്ലാത്തിലും വേറെ രീതിയിലാണ് നമുക്ക് എടുക്കേണ്ടത്. കാരണം ഇതേപോലെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഷോർട്ടിനെ പറഞ്ഞിട്ട് ഞാനത് പറയാം. ഓക്കെ, നമ്മൾ ഷോർട്ട് എന്ന് പറയുമ്പോൾ കുറച്ച് കാലടിച്ച് ഞാൻ നോക്കാം. എല്ലാ കണ്ടീഷനും സെയിം ആണ്. മാർക്കറ്റ് ഇവിടെ പോയി നമുക്ക് എന്താണ് തിരിച്ചിറങ്ങി വരും, അവിടുന്ന് തിരിച്ചു കയറി പോകും. ഇതാണ് ഇവിടെ നമുക്ക് സപ്പോർട്ട് ലൈന് ഒന്നില്ലെങ്കിൽ ടച്ച് ചെയ്യാതെ തിരിച്ചിറങ്ങും, ഒന്നില്ലെങ്കിൽ ടച്ച് ചെയ്തിട്ട് തിരിച്ചിറങ്ങും, അല്ലെങ്കിൽ ക്രോസ് ഓവർ നടന്നിട്ട് തിരിച്ചിറങ്ങും. നമുക്ക് വേണ്ടത് ക്രോസ് ഓവർ നടന്നിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് സെയിം കണ്ടീഷനാണ്, സെയിം ക്യാൻഡിൽ തന്നെ നമുക്ക് എൻട്രി എടുക്കാം. അതേ സമയത്ത് അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ നമുക്ക് ഏതാണ് തിരിച്ചു വരുന്നത് ഈ ലൈനിൽ ടച്ച് ചെയ്യുമ്പോൾ, എന്ന് വെച്ചാൽ റെസിസ്റ്റന്റ് ലൈനിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യും, സെൽ ഓർഡർ പ്ലേസ് ചെയ്യും. ഇവിടെ നമുക്ക് സെൽ ഓർഡർ ആണ് പ്ലേസ് ചെയ്യുന്നത്. സെൽ ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്യും. അതിന്റെ ടാർഗറ്റ് സെയിം ആണ്, TGT1, TGT2, അതേപോലെ തന്നെ TGT3 വരുന്നത് ട്രെയിലിംഗ് SL, ട്രെയിലിംഗ് TSL. SL ട്രെയിൽ ചെയ്യേണ്ട എവിടെയാണ്, സെൻട്രൽ ലൈനിലേക്കാണ് ട്രെയിൽ ചെയ്യേണ്ടത്. സ്റ്റോപ്പ് ലോസ് സെയിം തന്നെയാണ്. നമ്മള് 2 പോയിന്റ്സിന്റെ താഴെയാണെങ്കിലും 5 പോയിന്റ്സിന്റെ മേലെയാണെങ്കിലും നമുക്ക് 5 പോയിന്റ്സ് സ്റ്റോപ്പ് ലോസ് വെക്കാം. 3 to 5 ഇടക്കാണ് 3.5, 4, 4.5 ആണെങ്കിൽ അത് തന്നെ വെക്കാം. എവിടുന്ന് വെക്കണം, റെസിസ്റ്റൻസ് ലൈനിന്റെ ആ എൻട്രിയിൽ നിന്ന് വെക്കണം. നമുക്ക് എൻട്രി ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. $1, $1.5 ഒക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും. അപ്പൊ അതൊന്നും നോക്കേണ്ട കാര്യമില്ല, സെയിം തന്നെയാണ് വരുന്നത്. സെയിം കണ്ടീഷൻ തന്നെയാണ് നമുക്ക് റിവേഴ്സലായിട്ട് കണ്ടീഷൻ. ഇത് കണ്ട് നിങ്ങൾ പലരും എന്താ പറയാ, ചിലപ്പോൾ നിങ്ങൾ ഇതേ സെറ്റപ്പിൽ വെച്ച് നിങ്ങൾ ബാക്കിയുള്ള ബൊളിഞ്ചറിന്റെ എല്ലാ പാറ്റേണിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപ്പടൽ ഇളകും. ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. ഒന്നിലോടാകട്ടെ. എന്താണ് അങ്ങനെ പറയാൻ കാരണം മറ്റു 4 പാറ്റേൺസിലും ഇങ്ങനെയല്ല വരുന്നത്, വേറെ രീതിയിലാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ആരും ഈ പാറ്റേൺ അല്ലാതെ വേറെ എന്ത് പാറ്റേൺ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ സപ്പോർട്ടിൽ പോയിട്ട് സെല്ല് ബൈ ചെയ്യും, റെസിസ്റ്റൻസിൽ പോയിട്ട് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് ഇപ്പൊ നമുക്ക് നോക്കാം. ഇവിടുന്ന് കണ്ട, ഇവിടുന്ന് ഒന്ന് സെല്ല് ചെയ്ത് ഓക്കെ, നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. അതേപോലെ തന്നെ ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളത് മനസ്സിലായില്ലേ. അതാണ് ഈ പാറ്റേണിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ കണ്ട, ഇവിടെ നിങ്ങൾ എത്തി പോയിട്ട് അവിടെ നിങ്ങൾ സെല്ല് ചെയ്തിരുന്നെങ്കിൽ, ഇവിടെ എത്തിയിട്ട് സെല്ല് ചെയ്തിരുന്നെങ്കിൽ ഓക്കെ നേരെ പോണ പോക്ക് കണ്ട. അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കോ, വേറെ നോക്കി ഏത് സ്ഥലമാണെന്ന് നോക്കിക്കോ. ഇതിപ്പോ ഇവിടെ നിങ്ങൾ ഒരു എന്താ പറയാ സെല്ല് ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ലോസ് അടിച്ച് നല്ല രീതിയിൽ പോയി, മനസ്സിലായില്ലേ. ഇവിടുന്ന് നിങ്ങൾ സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇവിടുന്ന് നിങ്ങൾ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കാരണം താഴത്തെ ലൈനിൽ ടച്ച് ചെയ്യുമ്പോൾ ബൈയും മുകളിലത്തെ ലൈനിൽ, കാരണം എല്ലാവരും ബൊളിഞ്ചർ പാൻറ് യൂസ് ചെയ്യുന്നത് അങ്ങനെയാണ്. സപ്പോർട്ട് റെസിസ്റ്റന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് തിരിച്ചു കയറും എന്താണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഈ റൂൾസ് ഒന്നും പാലിക്കാത്തത് കൊണ്ടാണ് അവിടെ നമുക്ക് ലോസ് വരുന്നത്. കണ്ട ഇവിടെ വേണ്ട ഒരു വലിയൊരു ലോസ് വന്ന നിങ്ങൾ ഇവിടുന്ന് ചാടിക്കയറി റെസിസ്റ്റൻസ് എത്തിയപ്പോൾ നിങ്ങളൊരു ബൈ എടുത്ത് എവിടെ ചെന്ന് എത്തി നിങ്ങൾക്ക് കണ്ട, ഇവിടുന്ന് ഒരു ബൈ എടുത്ത് ഈ സാധനം എവിടം വരെ പോയി. അല്ല നിങ്ങളെ കാശ് ഏകദേശം ഒരു 0.1 നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും 19 നിന്ന് ഇവിടം വരെ എത്രയാണ് വന്നേക്കുന്നത്, 50 പോയിന്റ്, $50 പോയി. $50 പോയി. $50 എന്ന് പറയുമ്പോൾ ഏകദേശം എത്രയായി, നല്ലൊരു എമൗണ്ട് ആയില്ലേ, 10,000 രൂപ ആയില്ലേ. 5,000 രൂപ പോയി. 10,000 ഇട്ടാലുള്ള 5,000 പോയാ, 10,000 ഇട്ടാൽ 5,000 പോയി. ഇപ്പൊ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ ഇത് സ്റ്റോപ്പ് ലോസ് അടിക്കും, ഇവിടെ നിന്ന് എല്ലാ ട്രേഡും സ്റ്റോപ്പ് ലോസ് അടിക്കും, മനസ്സിലായില്ല. അതുകൊണ്ടാണ്
ഞാൻ പറഞ്ഞത് ഈ ഒരു റൂള് ഇതിന് മാത്രമേ യൂസ് ചെയ്യാൻ, പാരലാണെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇത് പക്ഷെ ഇതൊക്കെ ക്യാപ്ചർ ചെയ്യാനുള്ള നമുക്ക് റൂൾ നമ്മൾ ഇതിനുണ്ട്. മനസ്സിലായി? എങ്ങനെ ക്യാപ്ചർ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ അതിനകത്ത് പഠിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? അതുകൊണ്ട് ആരും സപ്പോർട്ട് എത്തുമ്പോൾ എല്ലാ പാറ്റേണിലും സപ്പോർട്ട് എത്തുമ്പോൾ ബൈയും സെർച്ചിൽ എത്തുമ്പോൾ സെല്ലും ചെയ്യരുത്. പാറ്റേൺ നോക്കാതെ നിങ്ങൾ പാരലൽ പാറ്റേൺ മാത്രമേ നോക്കിയിട്ടുള്ളൂ. പാരലൽ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഇവിടെ ഉണ്ടാ, ഇവിടുന്ന് നിങ്ങൾക്ക് പാരലൽ പാറ്റേൺ ആണ്. ഇവിടുന്ന് ഒരു ബൈയും കിട്ടി, മോളിൽ നിന്ന് ഒരു സെല്ലും കിട്ടി. ആ സെല്ല് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റിൽ എത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇവിടെ തന്നെ 2 ട്രേഡ് കിട്ടി. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ട്രേഡിലേക്ക് പോകാതിരിക്കാം. കാരണം ഈ ട്രേഡിലേക്ക് എത്തുമ്പോൾ അവിടെ പാറ്റേൺ മാറി. മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക. ആവശ്യമില്ലാതെ മറ്റു പാറ്റേൺ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ റെസിസ്റ്റൻസ് അല്ലേ സപ്പോർട്ട് അല്ലേ എന്ന് വിചാരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചാൽ സ്റ്റോപ്പ് ലോസ് പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ 50 പോയിന്റ് ഒക്കെ 10,000 നിന്ന് 5,000 ഒറ്റ ട്രേഡിൽ പോയി കിട്ടും. പോവാൻ നമുക്ക് അത്ര വലിയ സമയമൊന്നും വേണ്ട. ആകെ 3 ക്യാൻഡിൽ പോയി കഴിഞ്ഞ പൈസ. ഓക്കെ.